നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഒരു എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം എന്താണ് പറയുക, വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നലെ തന്നെ പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഫോണിനടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നൊന്നും അല്ലല്ലോ വരുന്നത്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സമയത്ത് നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ആവശ്യം ഉണ്ട് എന്ന് അറിയാവുന്ന ഈശോയാണ് പറഞ്ഞത്, ഞാൻ പോകുകയാണ്. നിങ്ങളെ ഞാൻ അനാഥരാക്കിയിട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരും. അത് ഞാൻ അങ്ങോട്ട് പോയാലേ ഞാൻ അങ്ങ് മുകളിലോട്ട് എത്തിയാലേ സഹായകൻ ഇങ്ങോട്ട് വരുവുള്ളൂ. അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ പക്ഷേ നിങ്ങളെ എൻ്റെ ആ സാന്നിധ്യം നിങ്ങൾക്ക് എന്താണ് ഈ എന്താ പറയുക, നാഥനില്ലാത്ത പിന്നെ ആട്ടിൻകൂട്ടം പോലെ നിങ്ങൾ ആകരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹായകനെ, അധ്യാപകനെ, മധ്യസ്ഥനെ ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ഒരു സഹായകനില്ലാതെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരാൾക്കും ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ക്രിസ്തുവിനുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ക്രിസ്തു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞതും അയക്കാനായിട്ട് ഇരുന്നതും. കാരണം അല്ലേ ക്രിസ്തു പറഞ്ഞു വെച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വിസിറ്റൊക്കെ നടത്താം. ഞാനിപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഒന്നാം വെള്ളിയാഴ്ചയും പിന്നെ മാസത്തിൻ്റെ ആദ്യ ശനിയാഴ്ചയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിങ്ങളുടെ അടുത്തോട്ട് വരും. വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങളങ്ങനെ അവിടെ ഇരുന്നേച്ചാൽ മതി. ഞാൻ ഡേറ്റ് മൊബൈൽ ഫോണിൽ വിളിച്ച് അങ്ങോട്ടേക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ 4 പേരെ മറ്റവരെയും കൂടെയൊക്കെ ഒന്ന് അറിയിച്ചേക്കണം. പിന്നെ ഞാൻ അങ്ങോട്ട് വരും. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ കൂടി നിങ്ങളെ ഞാൻ ശക്തീകരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോകും. പിന്നെ അടുത്ത മാസം വീണ്ടും വരും. ഇങ്ങനെ ഒരു പീരിയോഡിക്കലായിട്ട് നമ്മുടെ ചില മറ്റാൾക്കാരുടേത് ഏതാണ്ടൊക്കെ വരുന്നുണ്ടല്ലോ, വർഷത്തിലൊരെണ്ണം പിന്നെ ചവിട്ടി താഴ്ന്ന് പോയ ഒരാളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിങ്ങിന് വരുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ അതുപോലെ ഈശോയും വരാമെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വരാമെന്ന്. പക്ഷെ അല്ല, നിരന്തരമായിട്ട് കൂടെ ഇരിക്കാൻ നിനക്ക് ഒരു പ്രകാശം വേണം, ഒരു ഗൈഡ് വേണം. നിന്റെ പേഴ്സണൽ ലൈഫിൽ, ആത്മീയ ജീവിതത്തിൽ നിനക്കൊരു ഗൈഡ് വേണമെന്ന് കർത്താവ് മനസ്സിലാക്കിയത് കൊണ്ടാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, മനസ്സിലാക്കിയത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയിട്ട് ഉടനെ തന്നെ മറ്റേ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരും. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയാണ്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു അരൂപി. നമ്മുടെ പരിശുദ്ധ ആത്മാവെന്ന് പറയുമ്പോൾ ഇത് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും ആത്മാവിനെയാണ് ഈ പരിശുദ്ധ ആത്മാവെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. ഈ പരിശുദ്ധാത്മാവാണ് ഈശോയെ ജനിപ്പിച്ചത്, അപ്പോൾ ഈശോയുടെ ഫാദറാണോ പരിശുദ്ധാത്മാവ്? അങ്ങനെയല്ല. അതൊക്കെ വേറെ മിത്തോളജിയിലുള്ള സംഭവങ്ങളാണ്. അങ്ങനെയല്ല. ഇവരെ പിതാവായ ദൈവം എന്നും അനാദിയായിട്ടുള്ള ദൈവമാണ്. ആരും പിന്നെ ക്രിയേറ്റ് ചെയ്തതല്ല. അപ്പം ആ ദൈവം അങ്ങനെ അവിടെ ഉള്ളപ്പോൾ തന്നെ ആ ദൈവത്തിന് അരൂപി ഉണ്ടായിരുന്നു. ആ അരൂപി എവിടെ വേണമെങ്കിലും എപ്പോൾ വേണേലും ആകാം. ആ അരൂപി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ തുടക്കത്തിൽ കാണുന്നുണ്ട്, ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. പക്ഷേ അതിനകത്ത് നമ്മൾ വചനത്തിൽ സുവിശേഷത്തിൽ ഇത് വായിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടായിരുന്നു? വേൾഡ് വാസ് വോയിഡ്. ഓക്കെ. ആ സമയത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് ഹോവറിങ് ഓവർ ദി വാട്ടർ. എർത്ത് വാസ് വോയിഡ്. വേൾഡ് എന്ന് പറയുന്ന സാധനമില്ല, മുഴുവനും വെള്ളം മൂടി കിടക്കുമായിരുന്നു. അപ്പം അതിൻ്റെ മീതെ വ്യാപരിച്ചിരുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അവിടെ പിന്നെ ക്രിയേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ബൈബിള് മേളിലോട്ട് താഴേക്ക് വായിച്ചിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ ആ ബൈബിൾ പഠിപ്പിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ അതേ പറയുന്നുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ അനാദി കാലം മുതലേ തന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് പല സ്ഥലങ്ങളിൽ ബൈബിളിൽ ഉടനീളം പ്രത്യക്ഷപ്പെട്ടതുണ്ട്. നമ്മളിപ്പോൾ ഈയിടെ ഒരു പ്രത്യക്ഷപ്പെടലിൻ്റെ അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വന്ന് ഭവിക്കും. അപ്പം പരിശുദ്ധാത്മാവിനാ നീ ഗർഭം ധരിക്കും, അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളിക്കാരത്തി മാതാവ് എലീശ പുണ്യത്തെ കാണാനായിട്ട് പോയ വഴിക്ക് അവിടെ ചെന്ന് അങ്ങ് ദൂരെ നിന്ന് തന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് വരുന്നതേ ഉള്ളായിരുന്നു. 2 പേരും അകത്തിരുന്ന 2 പേരും കസിൻസാണ്. മനസ്സിലായോ?
നമ്മുടെ സ്നാപയോഹന്നാനും ഈശോയും അവരകത്തുനിന്ന് തന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തായിരുന്നു. വയറ്റിനകത്ത് യൂട്രസിൽ കിടക്കുമ്പോൾ തന്നെ ഹായ് ജേസു എന്ന് ഇവിടെ ഇരുന്ന സ്നാപയോഹന്നാനും പറഞ്ഞ് ഹായ് പിന്നെ സ്നാപക എന്ന് അവിടെ ഇരുന്ന് അങ്ങ് ഈശോയും വിളിച്ചു. ഹല്ലേലൂയ. അവിടെ നിറഞ്ഞു എന്നാ പറയണേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. കാരണം ഈ പുള്ളി ഉത്ഭവിച്ചത് തന്നെ പരിശുദ്ധാത്മാവിനാണ്. മറ്റേ പുള്ളി ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയിൽ അപ്പൻ പോയി പ്രധാന പിന്നെ അവിടെ പിന്നെ പ്രാകാരത്തിൽ പോയിട്ട് പൂജയും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടാണ്ട ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ആത്മാവാണ് പ്രവർത്തിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിനെ ഈ ആത്മാവിനെ നമുക്കും ദൈവം വാഗ്ദാനം ചെയ്തപ്പോൾ ഇത് ആരെയാ തന്നേന്ന് നിങ്ങൾക്ക് വല്ല അന്തം കുന്തം പിടികിട്ടിയോ? ചേട്ടാ, ഇത് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെ അരൂപിയെ തന്നെയാണ് നമുക്ക്, അതായത് അവരുടെ അന്തസത്ത തന്നെയാണ്. എൻ്റെ ചിന്തയാണ്. നിങ്ങളെങ്ങനെ ചിന്തിച്ചു, നിങ്ങളോട് അച്ഛന്മാരെന്ത് പറഞ്ഞു, എനിക്കിതൊന്നും അറിയത്തില്ല. എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം ഞാനല്ല പറയുന്നത്. അതുകൊണ്ട് എനിക്കറിയാം ഞാനല്ല പറയുന്നത്. ഞാനും എപ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും ആ അരൂപിയെയാണ് നമ്മൾക്ക് നിക്ഷേപമായിട്ട്. കുറഞ്ഞ കാര്യമാണോ തന്നെ? ഈ അരൂപി എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണ്? ഞാൻ ഈ ജോസ്മിന എന്ന് പറയുന്നത് എൻ്റെ കണ്ണാണോ, മൂക്കാണോ, കൈയാണോ, കാലാണോ, ഇതൊന്നുമല്ല. എൻ്റെ ആത്മാവാണോ, ഹൃദയമാണോ, എൻ്റെ ഇന്റേണൽ ഓർഗൻസ് ആണോ, ഇതോ അല്ല. ആത്മാവിൻ്റെ കാര്യം വിട്, അത് ഞാൻ സോറി പറയാം. ഹൃദയം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹൃദയമാണോ, വെർട്ടിബ്രയാണോ, ഇതൊന്നുമല്ല. എൻ്റെ ഒരു സ്പിരിറ്റാണോ, അതുമല്ല. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഞാനാകുന്ന ഈ ജോസ്പിന എന്ന് പറയുന്നത് പൂർത്തിയാകുന്നത് ആത്മാവാണ്. ആത്മാവുണ്ടെങ്കിലാണ്, ആത്മാവ് ഇരിക്കാനായിട്ട് ഒരു മൺപാത്രം മാത്രമാണ് ഈ പുറത്ത് കാണുന്ന ഈ ഞാൻ. എൻ്റെ കളറ്, എൻ്റെ കണ്ണ്, എൻ്റെ തലമുടി, എൻ്റെ നഖം എല്ലാം ആ ആത്മാവിന് കുടികൊള്ളാനായിട്ട് ഒരു വാസസ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പിതാവായ ദൈവത്തിൻ്റെ ഉള്ളിലെ അന്തസത്തയാണ് പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങാണ്ട് പോയി കിടക്കായിരുന്നു. ഞാൻ ഫോണെടുത്ത് ഒരു ഭാഗത്ത് വെച്ചിരിക്കുക. കേൾക്കുന്നുണ്ടായോ? ഹല്ലേലൂയ. ഏതായാലും റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നുണ്ടായോ നിങ്ങള്? ഓക്കെ. ഒരു ഭാഗത്ത് ഒരു ഒച്ച കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനി ആരാണോ നോക്കുമ്പോൾ അങ്ങേപ്പുറത്തിരിക്കുക ഫോൺ. ഞാൻ മറ്റേ ഫോണെടുത്ത് കൈ പിടിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കാരണം വോളിയം കിട്ടാണ്ടിരുന്നാലോ എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പിതാവായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അന്തരംഗത്തിൽ ദൈവം തന്നെ നിർമ്മിച്ചാക്കിയ ആ ഒരു ആത്മാവാണ് നിങ്ങളുടെ ഏറ്റവും ടോട്ടൽ എസൻസ് എന്ന് പറയുന്ന അതാണ്. ആ പുള്ളിക്കാരൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു എസൻസും ഇല്ല. എസൻസ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടിയായി എന്ന് സാരം. എൻ്റെ ഭാഷയിൽ ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആ എസൻസ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങൾ വെറും വിറക് കൊള്ളി പോലെ ഇരിക്കും. പിന്നെ അത് വിറക് കൊള്ളി കുറച്ച് അടിയിലും കൂടെ വെച്ച് നിങ്ങൾക്ക് അത് അങ്ങോട്ട് വിറക് തീ കത്തിച്ചാലും മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ ആ എസൻസ് ആണ് ആരുടേതാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും. അതായത് പിതാവായ ദൈവത്തിൻ്റെ ഇറ്റേണൽ ഫാദർ, ഇറ്റേണൽ ലൈറ്റ്, ഇതൊക്കെയാണ് പിതാവായ ദൈവം എന്ന് പറയുന്നത്, അല്ലേ? അത്യുന്നതൻ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബീയിങ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈശോ തന്നെ ക്ഷമിക്കട്ടെ എന്നോട്, ഞാൻ എന്തെങ്കിലും പൊട്ടത്തര പറയുന്നെങ്കിൽ. ഈശോയ്ക്ക് എനിക്കറിയത്തില്ല. ഈ ഒരു നോളജിൽ ഞാൻ ഇപ്പോൾ ഒരു ആത്മാവിൽ ഞാൻ നിറഞ്ഞ് സംസാരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ എസൻസ് ആണ് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ്? നമ്മൾ ദൈവത്തിനും ഈശോയ്ക്കും മേളിലാണോ എന്നാണോ പറഞ്ഞത്? അല്ല. ഒരധ്യാപകൻ്റെ അത്ര, ഒരു ഗുരുവിൻ്റെ അത്രയും ഏതൊരു ശിഷ്യനും ആകാം. പക്ഷെ ഒരു ശിഷ്യനും ഗുരുവിനേക്കാൾ അപ്പുറം ആകുന്നില്ല. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞത്, ഞാൻ ചെയ്തതും അതിനേക്കാളും അപ്പുറവും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞത്. ആ ഞാനാകുന്നവൻ ആരാണ്? പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ്. ആ പിതാവായ ദൈവം എന്തു ചെയ്തു, പറഞ്ഞു, കണ്ടു, കേട്ട്, പഠിച്ച് പറയുന്നുണ്ട്. എൻ്റെ പിതാവ് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ ഈ ഭൂമുഖത്ത് ചെയ്യുന്നത്. പിതാവ് ചെയ്തിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും കണ്ടും കേട്ടുമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഈശോ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രിയ മക്കളെ, നമ്മൾ ചില്ലറക്കാരല്ല കേട്ടോ. കാര്യം നമ്മളെ തളർത്തുന്ന
ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ക്യാൻസർ ആകാം, വല്ല സർക്കോമയോ. ഇപ്പൊ ഒരിക്കലും ചില ക്യാൻസറൊക്കെ എന്ന് പറഞ്ഞാൽ ഭേദപ്പെടാം. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് സൂസി അതിനെ കുറിച്ച് എന്നോട് പറയുന്നുണ്ടായി. ചില രോഗങ്ങളുണ്ട് സിസ്റ്ററെ. അവര് ആശുപത്രി കിടന്നപ്പോഴൊക്കെ പലതും കണ്ടു. ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഒരു 10-30 വയസ്സുള്ള ഒരു ചെറുക്കൻ വന്ന് വീണ് പോകുന്ന കണക്ക് ആരാണ്ടറെ തോളിലോട്ട് കിടന്ന് ചാരി കിടന്ന് കരയുന്നു. ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ അത് അവർക്ക് ആ ചെറുക്കന് 10-30 വയസ്സുള്ള ആ ചെക്കന് ഒരിക്കലും ഭേദപ്പെടാത്ത ഒരു ക്യാൻസറാ പിടിപെട്ട പോലും. അപ്പൊ ആ സൂസിക്ക് ഒത്തിരി അത്ഭുതമുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളും എല്ലാം. അപ്പൊ സൂസി പറയുന്നുണ്ട്, ഞാൻ ഭാഗ്യവതിയാണെന്ന് ഈ സങ്കടത്തിൽ കൂടെ വന്നപ്പോഴും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം നമ്മൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം പറഞ്ഞത് ഈ മലയോട് മാറി കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ വീഴും എന്ന് തന്നെയാ പറഞ്ഞത്. അത് ദൈവം ഒരു തമാശ കളിക്ക് പറഞ്ഞതല്ല. അതങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്ന് കിട്ടാത്തത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ട്, നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, എപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് ഒന്നും അറിയാത്തത് കൊണ്ടാണ്. കർത്താവ് പറഞ്ഞ ആ വചനം ഇന്നും ഭൂമിയിൽ നിലനിൽക്കുകയാണ്. കാരണം മലയോട് നിന്റെ വിശ്വാസം കടുക്ക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കണ്ട, എന്നാ പിന്നെ നിന്റെ വീട്ടിൽ നിൽക്കുന്ന പിശാചാരൂപികളെ എന്തുകൊണ്ട് എടുത്ത് കളയുന്നില്ല? അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം 31-ാം തീയതി മിഡ് നൈറ്റിൽ നിങ്ങളെല്ലാം പോയി ഉറങ്ങാൻ പോയി. ഇന്ത്യക്കാരുടെ കാര്യം പറഞ്ഞേ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം. ഞാൻ ഈ ദേശത്ത് ഉണർന്നിരുന്ന് ദൈവത്തിന്റെ ആലോചന ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ ചൊവ്വേ ഒറ്റ ചോദ്യമേ പറഞ്ഞോളൂ. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ 2ാം ബൈബിളാണ് സെയിൻറ്റ് ഫൗസ്റ്റീൻ്റെ ഡയറി. കാരണം ഞാൻ ദൈവകരുണ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഡയറിയാണ് എൻ്റെ തിയോളജി ഒക്കെ, ഈ കരുണയെക്കുറിച്ചുള്ളത്. അപ്പം പിന്നെ ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ദേ ഈശോയെ, കരുണക്കൊന്തയും ചൊല്ലി എല്ലാം കഴിഞ്ഞ് എൻ്റെ മറ്റൊരു 1 മണിക്കൂർ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് 11:30 ആയപ്പോൾ തൊട്ടുള്ള പ്രാർത്ഥനയാണ്. 11:33 ആയപ്പോൾ തൊട്ടുള്ള പ്രാർത്ഥനയാണ്. അതങ്ങനെ പോയി കുറേ 1 മണിക്കൂർ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നു, ദൈവത്തിന്റെ ആലോചന ചോദിച്ചു. അപ്പൊ ഈ ഡയറി എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ ഒത്തിരി പ്രാവശ്യം ഒന്നും എടുക്കത്തില്ല കേട്ടോ, ഞാൻ ഒറ്റ പ്രാവശ്യം തുറക്കത്തുള്ളൂ. റാൻഡമായിട്ട് ഓപ്പൺ ആണ്, അടച്ചു വെക്കും, കണ്ണടച്ചിരിക്കും, ചമ്രം പടഞ്ഞിരിക്കും, കർത്താവിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്, എന്നിട്ട് ഒറ്റ തുറക്കല. തുറന്നപ്പോൾ ഇതേ മുഖത്തടിക്കുന്ന നമുക്കൊരു കാര്യം കിട്ടി. നിങ്ങളെല്ലാവരും വായിച്ചതാണല്ലോ അതല്ലേ? അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞിരുന്നത്, ഇത് നിനക്ക് നിന്നിൽ അക്കംപ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല, കുറച്ചും കൂടെ സമയമുണ്ട്. ഞാൻ തരുന്ന സഹനങ്ങൾ വായും പൂട്ടി മിണ്ടാണ്ടിരുന്ന് അവിടുന്ന് സഹിച്ചോ, നോ എന്ന് നീ പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലല്ലല്ല, ഇത് തെറ്റി വന്നതാണ്, കർത്താവിന് നേരത്തെ ചെവി കേട്ടുകൂടാ എന്നുള്ള മാതിരി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇല്ല, ഇത് തെറ്റി വന്നതാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എടുക്കാം. ആ പറഞ്ഞതിന്റെ അന്തസത്ത നേരത്തെ ഒരു 5 സെന്റൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അന്തസത്ത എല്ലാം കൂടെ മാറ്റി ഇപ്പം വേറൊരെണ്ണം അത് തന്നെ അന്തസത്ത എല്ലാം കൂടെ എടുത്ത് ഓരോ സെന്റൻസിൽ ഉൾപ്പെടുന്ന ഒരു വാചകമായിട്ട് ഇങ്ങോട്ട് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് സാരമില്ല, അത് ഇപ്പോഴും പിന്നെ ദൈവമാണെങ്കിലും ചിലപ്പം തെറ്റ് പറ്റിയാലോ എന്നുള്ള ഒരു തെറ്റ് പറ്റിയതാകണമേ എന്ന് പ്രാർത്ഥിച്ചുണ്ട്. ദൈവത്തിന് തെറ്റ് പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞേ, അങ്ങനെ തെറ്റ് പറ്റിയതാകണമേ എനിക്ക് എടുത്തതിൽ, അതുകൊണ്ട് ഒന്നും കൂടെ എടുക്കാന്ന് പറഞ്ഞാൽ 3-ാം പ്രാവശ്യം അത് തന്നെ വന്നേ. ആർക്കെങ്കിലും അതെടുത്തൊന്ന് വായിക്കാമെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. ഈ സമയത്ത് അത് വളരെ അന്വർത്ഥമാണ്. നിങ്ങളുടെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ. അല്ലേ, ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്ന കക്ഷികൾ തന്നെയാണല്ലോ. ഒന്ന് വായിച്ചോളൂ. അതെ, 2 ഉണ്ട്. ഡയറിയുടെ ഫോട്ടോ എടുത്തിട്ടതാണ് വായിക്കേണ്ടത്. ആദ്യം ഇട്ടത് എന്താണെന്ന് പറ. ഫോട്ടോ ഇട്ടിട്ടുള്ളൂ, മറ്റേത് വീഡിയോയാ. വീഡിയോ ആണ്. 2 ഫോട്ടോസ് കിടക്കണം, ഒന്നിന് താഴെ ഒന്നായിട്ട്. ഒന്ന് വീഡിയോ ആയിട്ട് കിടക്കുന്നു, ഒന്ന് ഫോട്ടോ ആയിട്ട്. വീഡിയോ ആണെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വായിക്കാൻ പറ്റുമോ? ആദ്യം ഫോട്ടോയിലേ വായിച്ചോളൂ. വളരെ ക്ലിയർ ആയിട്ട് വായിച്ചോ. നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഈശോ പറയുന്ന മാത്രം പോരെ? അതെ, അത് മാത്രം മതി. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, അങ്ങേക്ക് ഈ വർഷം എനിക്ക് 2026 എന്താണ് സന്ദേശം തരാനുള്ളത്? ഞാൻ ഒത്തിരി പ്രാവശ്യം ഒന്നും തുറക്കത്തില്ല, അടച്ചും തുറന്നുമില്ല. ഒറ്റ പ്രാവശ്യം ആദ്യം കിട്ടുന്ന മെസ്സേജ് തന്നെ, ആദ്യത്തെ തുറക്കലിന് കിട്ടുന്ന മെസ്സേജ് ആയിരിക്കും എനിക്ക് മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ആദ്യം തുറന്നപ്പോൾ കിട്ടിയതാണത്. പറഞ്ഞു.
My will has not yet been fully accomplished in you. ഉം, You will still remain on earth, but not for long. ഉം. I am well pleased with അല്ല, your ഞാൻ trust. വായിക്കാം. ആദ്യത്തേത് പറഞ്ഞ എൻ്റെ തിരുവിഷ്ടം നിന്നിൽ പൂർണ്ണമായിട്ടും ചെയ്ത് എടുത്തിട്ടില്ല. ആ, അടുത്തത് പറഞ്ഞ You മലയാളം will തർജ്ജമ still ചെയ്യാം. remain on earth. നീ You will കുറച്ചു still നാളും remain കൂടെ on ഈ earth, ഭൂമുഖത്ത് ജീവിച്ചിരിക്കും. but not for long. കുറച്ച് ലോങ് ടൈമിലേക്കില്ല. I am well pleased with your trust. വെൽ പ്ലീസ്ഡ് വിത്ത് യുവർ Trust. ട്രസ്റ്റ്. ഓക്കെ. നിനക്ക് എന്നിലുള്ള ശരണപ്പെടലിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. But your love should be more ardent. തീഷ്ണതയോടുള്ള സ്നേഹം ഇതുവരെ നിനക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഇച്ചിരിയും കൂടെ തീഷ്ണതയുള്ള സ്നേഹമായിരിക്കണം നിനക്ക് എന്നോട് ഉണ്ടാകേണ്ടത്. Pure love gives the soul strength at the very moment of dying. വെരി മൊമെന്റ് ഓഫ് Dying. ഡൈങ്. മുഴുവനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അത്ര ആർഡന്റ് ആയിട്ടുള്ള സ്നേഹം, പ്യുവർ ആയിട്ടുള്ള സ്നേഹം, അത് പൊന്നുരുക്കി എടുത്ത കണക്ക് മാതിരിയുള്ള സ്നേഹം മരണസമയത്ത് നിനക്കത് സ്ട്രെങ്ത് തരുന്നു. When I was dying on the cross, ഉം. I was not thinking about myself, but about poor sinners. ഞാൻ കുരിശിൽ മരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ കുറിച്ച് തന്നെയല്ല, ജോസ്പിനയുടെ കാര്യമല്ല, ഈശോന്റെ കാര്യമാണ് പറയണത്. ഞാൻ ഇത് ഈശോയുടെ സംഭാഷണം സെയിന്റ് ഫൗസ്റ്റീനോട് പറഞ്ഞാണ്. അപ്പൊ ഈശോ പറയുന്ന പോലെ തന്നെ ഞാനും പറയാണ്, ഞാൻ കുരിശിൽ മരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ കുറിച്ച് തന്നെയല്ല ചിന്തിച്ചത്, പക്ഷെ പാവപ്പെട്ട പാപികളെ കുറിച്ചാണ്. And I prayed for them to my Father. ആ സമയത്ത് അവരെ ഓർത്ത്, പാപികളായിട്ടുള്ള ആൾക്കാരെ ഓർത്ത്, പാവപ്പെട്ടവരെന്ന് വീണ്ടും പറയണം, പാവപ്പെട്ട പാപികളെന്നാ പറയണം, പുവർ സിന്നേഴ്സ്. എന്നിട്ട് ഞാൻ പിതാവായ ദൈവത്തോട് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. I want your last moments to be completely similar to mine on the cross. അത് വായിച്ചപ്പോൾ മക്കളെ ഞാൻ തകർന്നു പോയി. നിന്റെ അവസാന നിമിഷം കുരിശിൽ ഞാൻ അനുഭവിച്ചെന്ന കണക്ക് ഉള്ളതായിരിക്കണം. സിമിലർ എന്ന് പറഞ്ഞപ്പം ദൈവമേ, ആ കുരിശിൽ അവസാനം അപ്പാ നീ എന്നെ ഉപേക്ഷിച്ചോ എന്നും പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ് നിലവിളിച്ച ആ ഒരു ഈശോയുടെ മരണ അവസ്ഥയാണ് എനിക്കും ഉണ്ടാവാനുള്ളത് എന്ന് ഈശോ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ഒരു നടുക്കം എൻ്റെ തലേൻ്റെ അവിടെ തൊട്ട് കാലിൻ്റെ തള്ളവരലിൻ്റെ അവിടം വരെ പോയി. പ്രൈസ് ദി ലോർഡ്. പിന്നെ There is but one price at which souls are brought, and that is suffering united to my suffering on the cross. ആത്മാക്കളെ രക്ഷിക്കാൻ ഒറ്റയ്ക്കേ ഒരു മാർഗമേ ഉള്ളൂ. എൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുന്ന സഹനങ്ങൾ മാത്രമേ ആത്മാക്കളെ രക്ഷിക്കത്തുള്ളൂ. Pure love understands these words. പ്യുവർ ആയിട്ടുള്ള സ്നേഹം ഈ പറഞ്ഞ വാക്കുകൾ മനസ്സിലാക്കും. ഞാൻ മനസ്സിലാക്കി, എനിക്ക് പിടികിട്ടിയായിരുന്നു. Carnal love will never understand them. ഈ അല്ലാതെ കാർണലായിട്ടുള്ള, അതായത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സ്നേഹം ഒരിക്കലും ഞാനീ പറഞ്ഞ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങാൻ പോകുന്നില്ല, അവരത് മനസ്സിലാക്കാനും പോകുന്നില്ല. ഓക്കെ. ഇനി അടുത്ത ഭാഗം ഞാൻ വീഡിയോ ഒന്ന് വായിക്കുന്നേ. My will has not yet been completely accomplished in you. എന്റെ ആദ്യം പറഞ്ഞ മറ്റേ പാരഗ്രാഫില് ആദ്യം പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്. അത് ഒത്തിരി പേജുകൾ മാറിയാണ് അത് പറയുന്നത്. ഈ പറഞ്ഞത് ആദ്യമാണ്. പേജിന്റെ 1, 2 എന്ന് തുടങ്ങുമ്പോൾ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ 200ാമത്തെ പേജിലാണ്. ഞാൻ അതൊന്നും നോട്ട് ചെയ്തില്ല. ഇന്ന് ഇത് പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല. അപ്പൊ അത് തന്നെയാണ് വീണ്ടും കിട്ടുന്നത്. എൻ്റെ തിരുവിഷ്ടം നിന്നിൽ ഇതുവരെയും ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല. നീ ഇനിയും ഇപ്പൊ ഈ കിടന്ന് ജീവിതലച്ചതൊന്നും അല്ല, ഇനി ഏതാണ്ടൊക്കെ സഹനങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വീഡിയോ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ?
ഹല്ലേലൂയ. അത്രേ ഉള്ളോ ജെറ്റ്സി? ആമേൻ, ആമേൻ, ആമേൻ. ജെസ്സിക്ക് എന്താ പ്രോബ്ലം ഉണ്ട്? ഉണ്ടാവുമല്ലോ. അത് നമ്മള് അത് ഞാനത് ഡയറി എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. നമ്മളത് പ്രിപ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയ മക്കളെ, ഞാനിത് ജിറ്റ്സി ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അത് കട്ടായി പോയി, ഞാൻ അറിഞ്ഞില്ല സിസ്റ്റർ. ചെയ്യാം. ഒരു മിനിറ്റ്. അത് കഴിഞ്ഞു, ആ പേജിലേത് കഴിഞ്ഞു. ഇനി അടുത്ത പേജിൽ എന്താ നോക്കട്ടെ. അത് നോട്ട് ഫിയർ പറഞ്ഞു. അതേ ഉള്ളൂ, അത് പറഞ്ഞേ ഉള്ളൂ ഈ വീഡിയോയിൽ. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് 4-5 സെന്റൻസ് ആയിരുന്നു. പിന്നെ പറഞ്ഞത് അതേ കാര്യം തന്നെ ഒരൊറ്റ സെന്റൻസിനകത്ത് ദൈവം പറഞ്ഞറിയിച്ചു. അപ്പൊ ഞാനിപ്പോ മറ്റേത് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് പേജ് ഞാൻ സാധാരണ ഇങ്ങനെ ചില ആൾക്കാര് ഈ മൊയലിന്റെ ചെവി കണക്ക് എടുത്ത് വെക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ആ സമയത്ത് പേന എന്റെ കട്ടിലിൽ ഇല്ലായിരുന്നത് കൊണ്ട് ഞാനത് അങ്ങനെ ഒന്ന് ചെയ്തായിരുന്നു. സാരമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്പർ 138 ആയിരുന്നു ആദ്യത്തേത്. കണ്ടുപിടിച്ചോ ജിപ്സി മിടുക്കത്തി. രണ്ടാമത്തെ 122. 122 അല്ലേ? ഞാൻ ഇനി എടുക്കുന്നില്ല. ഹാലേലിയ. 122 കിട്ടുകയാണെങ്കിൽ അത് ജിപ്സി ആ ഡയറി നിർത്താലും മതിയല്ലോ. കേട്ടല്ലോ, നിങ്ങൾക്ക് കുഴപ്പമില്ല. പ്രിയ മക്കളെ, ദൈവം ഞാനിത് ചോദിച്ചു. ആരാണ് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈശോയെ ഇതാ ഇങ്ങനെയാണ് നീ എന്നോട് സംസാരിക്കുകയും ഫൗസ്തീനമ്മയുടെ ഡയറി കൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് ആരാണ് എനിക്ക് ഡയറി എടുത്ത് തന്നത്? പരിശുദ്ധാത്മാവാണ്. ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉൾപ്പെടെയുള്ള ത്രിയേക ദൈവത്തിന്റെ എന്നോടുള്ള വില്ല് 2026 എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഈ വില്ല് കിട്ടിയത് കൊണ്ട് നന്ദി പറയുന്നു. ഞാൻ അതിനെ കേൾക്കാൻ സുഖമൊന്നുമില്ല. ഞാൻ സഹിക്കും. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ പറഞ്ഞ ഇത് സഹനമല്ലെങ്കിൽ ഇനിയും കൂടെ സഹിക്കാനിരിക്കുകയാണ്, എൻ്റെ കാര്യം പോക്കാന്ന്. പക്ഷെ കർത്താവ് ഇത് എടുത്ത് തെളിച്ച് പറയാണ്, സഹനമുണ്ട്. നീ സഹിച്ചാലേ നിന്റെ മകളും ഭർത്താവും അല്ലെങ്കിൽ 1000-10,000 കണക്കിന് ആൾക്കാരും കൂടെ നേടത്തുള്ളൂന്ന്. മതി കർത്താവ്, ഇനി അധികം പറയേണ്ട. ഒരു പ്രാവശ്യം കൂടെ എടുത്തു, അത് ഇപ്പൊ കാണാനില്ല, പോട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവില്ലാണ്ട് നിങ്ങൾക്ക് ആത്മീയ ജീവിതം, നിങ്ങൾ ചുമ്മാ ഇഫ് യു ആർ ലിവിങ് എ കാർണൽ ലൈഫ്, അതിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരാവശ്യമില്ല. നിങ്ങളിങ്ങനെ രാവിലെ എഴുന്നേൽക്കുക, നിങ്ങളെ പട്ടി എഴുന്നേൽക്കുന്ന കണക്ക് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക, കിടക്കയൊക്കെ മടക്കി വെക്കുക, ന്യൂസ് പേപ്പർ എടുത്ത്. ആ ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്നും കൂടെ. ഞാൻ രാവിലെ എഴുന്നേറ്റാലുണ്ട് ഡൽഹിയിൽ ന്യൂസ് പേപ്പർ ഇങ്ങനെ, ഞാൻ 3-ാം നിലയിലാണ് താമസിക്കുന്നത്, റബ്ബർ ബാൻഡ് ഇട്ടേച്ച് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഒരൊറ്റ എയർ എറിയും. നമ്മുടെ മേത്ത് കൊണ്ട് നമ്മൾ മറിഞ്ഞെടുത്ത് താഴെ കിടക്കും. അതുപോലെ ശക്തിയിലാണ് ഇത് വന്ന് വീഴുന്നത്. അതെടുത്ത് കക്ഷത്തിലോട്ട് വെക്കും, റബ്ബർ ബാൻഡ് മാറ്റും. ഞാൻ കഥ തുറന്ന ഉടനെ ചെയ്യുന്നതാണ്. റബ്ബർ ബാൻഡ് മാറ്റും, പിന്നെ എന്നിട്ട് അതെടുത്ത് കഷത്തി വെക്കും. അതുപോലെ തന്നെ എടുത്ത് കാപ്പി ഉണ്ടാക്കാനായിട്ട് പാലെടുത്ത് വെക്കും. എല്ലാ കാര്യങ്ങളും ചെയ്ത് കാപ്പി വരാന്തയിലോട്ട് ഇരുന്ന് പാരപ്പറ്റിലോട്ട് കാപ്പിയും വെച്ചിട്ട് കുടിക്കും. പത്രം മുഴുവനും A to Z വായിക്കും. കാരണം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുന്നത് പോലെ മുഴുവനും വായിക്കും. അതുകൊണ്ട് പ്രാർത്ഥന ഇല്ലെന്നല്ല, പ്രാർത്ഥന ഉണ്ട്. അത് എൻ്റെ സൗകര്യത്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രഥമ സ്ഥാനം കാർണലായിട്ടുള്ള ജീവിതങ്ങൾക്കാണ്. രാവിലെ എഴുന്നേൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ ആത്മീയ ജീവിതത്തിലോട്ട് വന്നപ്പം ന്യൂസ് പേപ്പർ അപ്പോഴും വരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ന്യൂസ് പേപ്പർ ആ കിടന്ന കിടപ്പ് അവിടെ വരാതെ കിടക്കല്ലാതെ ഞാനത് തൊടത്ത് പോലുമില്ല. കാരണം തൊട്ടാൽ പ്രലോഭനമുണ്ടാകും. അതുകൊണ്ട് വായിക്കണമെന്ന് ആദ്യത്തെ തലക്കെട്ടെങ്കിലും ഒന്ന് ഓടിച്ച് വായിക്കും. ഇല്ല. എല്ലാം കളഞ്ഞു. ഇപ്പോൾ ആ കാലഘട്ടം തൊട്ട് ഇപ്പം ഈ 10-27 വർഷമായിട്ട് എനിക്ക് ഇപ്പം ന്യൂസ് പോലും ഇപ്പം വായിക്കണ്ടല്ലോ. എല്ലാം ന്യൂസ് പോലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടും പ്രിയ മക്കളെ പ്രാർത്ഥിക്കും. കരുണക്കൊന്തയുണ്ട്, കുർബാനയുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും രാത്രിക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ വേഗം പോയിട്ട് മനോരമ അന്നത്തെ കാലത്ത് ഇതിനകത്ത് ഓൺലൈനിൽ കൂടെ വായിക്കാൻ കിട്ടുമായിരുന്നു. അങ്ങനെ അത് വായിക്കുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അതെല്ലാം മാറി. എന്തിയേ? ഇതുമാതിരി പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞപ്പോൾ ജീവിതത്തിന് അർത്ഥമുണ്ടായി, ജീവിതത്തിന് ആത്മാവിന് ഉണർവുണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായി, ഈ കണ്ടതും ജീവിച്ചതും ഒന്നും ജീവിതമല്ലായിരുന്നു. അത് പട്ടി കന്നാലി ജീവിക്കുന്ന കണക്ക്
ജീവിച്ചു എന്നുള്ളതേ ഉള്ളൂ. ദൈവം വേറെങ്ങാണ്ടായിരുന്നു. ദൈവം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു കക്ഷി അവിടെ എന്താണ് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് എന്താണ് ബാങ്ക് എന്തായാലും പറഞ്ഞ ATM അല്ലേ, ATM പോലെ ഒരാൾ ആവശ്യം വരുമ്പോൾ അങ്ങോട്ട് പോവുക. അതിപ്പോൾ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല. ഈ ATM ദൈവം എന്ന് പറയുന്ന ATM എന്ന് പറയുന്ന പൈസയ്ക്ക് രോഗശാന്തി കിട്ടുന്നതിന്, ഉടുപ്പ് മേടിക്കുന്നതിന്, കൊച്ചങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, പിന്നെ വീസ കിട്ടുന്നതിന്, പുറത്തേക്ക് പഠിക്കാൻ പിള്ളേരെ വിടുന്നതിന്, ഭൂമി മേടിക്കുന്നതിന്, വീട് വെക്കുന്നതിന്, ഇതിനൊക്കെ വേണ്ടിയായിരുന്ന ഒരു ATM മാത്രമായിരുന്നു ദൈവം. പക്ഷേ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറന്നു തന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം എത്രമാത്രം അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് ദൈവം നമുക്ക് കാണിച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. പ്രിയമക്കളെ, ജീവിതം പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ജീവിതം ഒരു പൊട്ട ജീവിതമായിരുന്നു, അർത്ഥമില്ലാത്ത ജീവിതമായിരുന്നു. ഇപ്പം ഞാനിത് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയാം, തീച്ചൂളെ നിന്നുകൊണ്ടാണ് ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എന്താ ഞാൻ ഇട്ടേച്ച് പോകാത്തത്? പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം പോകും ഞാൻ ചാടി ഇപ്പം കുത്തും, ഇപ്പം മറ്റേത് ചെയ്യും, മറിച്ച് ചെയ്യുമെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്ത് ഇതിന് ഒരു മീനിങ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ കാര്യമാണ്, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഒരു പണി എന്നോട് കാണിച്ചു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു പ്രഥമ സ്ഥാനം പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ 6 മാസം പരിശുദ്ധാത്മാവിനെ ഇൻവോക്ക് ചെയ്യാത്തതിലുള്ള നമുക്കൊന്നാമതെ അറിയില്ല. എനിക്കൊന്നാമതെ ഇങ്ങനെ പ്രാർത്ഥന ഗ്രൂപ്പ് ഒരുത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു പ്രാർത്ഥന ഇത്രയും 10-22 പേരുള്ള ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മളെ നയിച്ചു. അത് എൻ്റെ കുഴപ്പമല്ല, ദൈവം ജയിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു അജണ്ട തന്നിട്ടൊന്നുമല്ല, ഇന്നത് പ്രാർത്ഥിക്കുക, ഇങ്ങനെ ചെയ്യണം. ഓരോ ദിവസം ഓരോന്ന് പറയും, ഞാനത് അങ്ങനെ ചെയ്യും. നിങ്ങളോടും ചോദിക്കും, ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? എനിക്ക് നിങ്ങളെ ഭാരപ്പെടുത്തണേ. ജോസ്ഫിനെ അവിടോട്ട് കയറിയ ശ്വാസം വിടാൻ സമയം തരാണ്ട് ചുമ്മാ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ഓരോന്ന് പ്രാർത്ഥിപ്പിക്കും, കുർബാന കാണിപ്പിക്കും. ഇതൊന്നും നിങ്ങൾ എന്നെക്കുറിച്ച് പറയരുതെന്ന് എനിക്ക് ആഗ്രഹം കൊണ്ടാണ് നിങ്ങളോട് ഹമ്പിളായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സാരമില്ലല്ലോ, ചെയ്യാമല്ലോ, ആ സമയം കൂടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങളത് ചിലരൊക്കെ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടാവാം. ചിലർക്ക് ഓവർ ബർഡനായിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ ഒരു ദിവസം പരിശുദ്ധാത്മാവ് ഒരു പണി എന്നോട് കാണിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ആയിരുന്ന സമയത്ത് നമുക്കന്ന് ലാൻഡ് ലൈൻ ആണുള്ളത്, ഈ ഫോൺ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുള്ളി എല്ലാ ദിവസവും വ്യാഴാഴ്ച 3 മണി 3:30 ആവുന്ന ആ ഒരു പീരീഡിൽ വിളിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ലഞ്ച് കഴിക്കാനുള്ള സമയമല്ലേ ആയിട്ടുള്ളൂ. ലഞ്ച് കഴിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് പുള്ളി ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പം ഞാനും ആ സമയത്ത് എല്ലായ്പ്പോഴും തന്നെ വീട്ടിൽ കാണാനായിട്ട് ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോയാലും അല്ല സ്കൂൾ വിട്ട് കൊച്ചിനെയും കൊണ്ട് അതിലെല്ലാം കറങ്ങാൻ പോകാണ്ട് ആ ദിവസങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ഞാൻ വേഗം തന്നെ വരും. വേഗം തന്നെ വന്ന് എല്ലാം ചെയ്ത് പുള്ളി വിളിക്കുന്നതിനായിട്ട് കാത്തിരിക്കും. കാരണം ആ കൂടെ ഒരു സംസാരിക്കുന്നത് നമ്മൾ ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ടാണ്. അന്നത്തെ സമയം അങ്ങനെയായിരുന്നു. നമുക്ക് ഇത് ഫോണല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ, ഇപ്പം വാട്സപ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരാൾ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. ഒരു പെന്തക്കോസ്തുകാരനാണ് കൗൺസിലിങ്ങിന് വന്നിരിക്കുന്നത്. ഒരു പാസ്റ്ററാണ് അയാൾ. അങ്ങനെ കൗൺസിലിങ്ങിന് വന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നാൾ നമ്മുടെ മോദിജി പോയി ക്രിസ്മസിൻ്റെ മാസ് കണ്ട അവിടുത്തെ ആൾക്കാരുടെ കാര്യം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, കോളിൻ, നറീറ്റ സിംഗ്, അങ്ങനെ കുറേ പേര് ആ പള്ളിയിൽ നിന്ന് അവരുടെ മകനെ ഒക്കെ വന്നിട്ടുണ്ടായി. അവരുടെ ഭർത്താവും ഒക്കെ കൗൺസിലിങ്ങിന് വന്ന ആൾക്കാരാണ്. അങ്ങനെ ആ പള്ളിയിൽ നിന്നുള്ള ആൾക്കാരാണ് CNI. അപ്പം അവരൊക്കെ പറഞ്ഞറിഞ്ഞിട്ട് ആരോ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ നാട്ടിലെ പ്രോട്ടസ്റ്റൻ്റുകാരെന്ന് വിചാരിച്ചു. പെന്തക്കോസ്താണോ ഏതാണെന്ന് എനിക്കറിയത്തില്ല. കത്തോലിക്കരല്ലാത്ത ഒരു കക്ഷി വന്ന്, ഭാര്യയും ഭർത്താവും ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം, എനിക്ക് വലുത് ഓർക്കുന്നില്ല ഇപ്പം മുഴുവനായിട്ട്. ആ മനുഷ്യൻ്റെ മുഖം ഇപ്പം ഞാൻ കാണുന്നുണ്ട്. അവർ വന്നിരുന്നു, കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിന്നെ ഒരു കോൾ വന്നു. കൗൺസിലിംഗ് നടക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇൻവോക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ തലേൻ്റെ വലത്ത് ഭാഗത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കിളി വന്നിരിക്കുന്ന ഒരു ചലനം ഞാൻ അറിയും, ഒരു സ്പർശനം ഞാൻ അറിയും. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണേ, ഞങ്ങളിത് ഇന്ന ആൾ വന്നിരിക്കുന്നു, ഞങ്ങൾ കൗൺസിലിങ്ങിന് ഇരിക്കുകയാണെന്നൊക്കെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്നുള്ളത് എനിക്കറിയാം. വന്നു കഴിയുന്ന തന്നെ പിന്നെ മെസ്സേജുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഭാര്യയുടെ പിന്നാമ്പുറത്തൊരു കുരു അതായത് മറുകില്ല എന്ന് വരെ ചോദിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഇതൊക്കെ. നിങ്ങളെല്ലാം എൻ്റെ അരികെ കൗൺസിലിങ്ങിന് ഇരുന്ന, ദീപ്തി ഒഴികെ ബാക്കി നിങ്ങളെല്ലാവരും കൗൺസിലിങ്ങിന് ഇരുന്ന ആളാണ്.
പക്ഷെ ദീപ്തി കൗൺസിലിങ്ങിന് ഇരുന്നില്ലേലും ദീപ്തിയുടെ മുട്ടുകാലിനുള്ള വേദന അത് ദൈവം കാണിച്ചു തന്നു എന്ന് മാത്രമല്ല, അത് ദൈവം എടുത്തു മാറ്റുകയും ചെയ്തു. ഉള്ളതല്ല ദീപ്തി? കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞിരുന്നല്ലോ അതിനെക്കുറിച്ച്. അപ്പം അങ്ങനെ കാണിച്ചു തന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ഈ പറയുന്നത് എന്താണെന്നുള്ളത്. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാല്, പരിസൽമാന്ന് അറിഞ്ഞിരിക്കുകയാണല്ലോ നമ്മൾ. അവിടെ കൗൺസിലിങ്ങിന് ആൾ വന്നിരിക്കുന്നുണ്ട്. എൻ്റെ പെങ്കൊച്ച് അങ്ങപ്പുറത്ത് ടിവിയും കണ്ടോണ്ട് ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഫോൺ വന്നു. ഫോൺ വരുമ്പം ഞാൻ ആരുടെ ഫോണിന് ആ സമയത്ത് വരേണ്ടത്? ഈ കൗൺസിലിങ്ങിന് സമയം കൊടുത്തപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല. അത് എൻ്റെ തെറ്റ്. എന്നിട്ട് ഫോൺ എടുത്ത് ഞാൻ പറഞ്ഞ് ഹലോ പപ്പ എന്ന് പറഞ്ഞപ്പോൾ പപ്പയല്ല മമ്മയാണ് ഫോൺ എടുത്തത്, അല്ല ഫോൺ വിളിച്ചത്. അപ്പം എൻ്റെ അമ്മയായിരുന്നു. ഞാൻ ഒന്നുമേ പറഞ്ഞില്ല പ്രിയമക്കളെ. ഞാൻ പറഞ്ഞു ഞാൻ കൗൺസിലിങ്ങിൽ ഇരിക്കുകയാണ്, തിരിച്ച് അങ്ങോട്ടേക്ക് വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കേട്ടല്ലോ? ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ കൗൺസിലിങ്ങിനാണ്, ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ച് വിളിക്കാം. ഇത്രയും പറഞ്ഞു. അല്ലാതെ അവിടെ കഥ പറയാൻ നിന്നില്ല, ഒന്നിനുമില്ല. ഒരു പക്ഷേ ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ ഇത് തന്നെ പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ പറയത്തില്ലായിരിക്കും. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ കോള് ആഴ്ചയ്ക്കൊരെണ്ണം വരുന്നത് മോളോടും എന്നോടും സംസാരിക്കും. അത് എൻ്റെ ജീവനാടി, എന്തെന്നാൽ ലൈഫ് ലൈനായിട്ട് കിടക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ 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 ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ കൗൺസിലിങ് ചെയ്യാനിരുന്നിട്ട് ഒന്നുമില്ല, ശൂന്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അതാ അവിടെ അന്നത്തെ ദിവസം ദൈവം ഭൂമി ഉണ്ടാകുന്നതിന് മുന്നേ വോയിഡായിട്ട് കിടന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഒരു പോക്കങ്ങ് പോയിന്ന്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ കൗൺസിലിങ്ങിന് പിന്നെ ഒരു മൂവ്മെൻറ്റും ഇല്ല, ദർശനങ്ങൾ കിട്ടുന്നില്ല, പ്രവചനം പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഒരു മെസ്സേജ് പോലും എടുക്കാൻ പറ്റത്തില്ല. അത് പിന്നീടുള്ള ദിവസമെല്ലാം ഞാൻ തന്നെ ഇല്ലാണ്ടായിപ്പോയി. അതായത് എൻ്റെ ആത്മാവ് എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയെന്ന് കണക്ക് എനിക്ക് ഒന്നുമില്ല. ഞാനിങ്ങനെ ഒരു മെക്കാനിക്കായിട്ട് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടുന്നുണ്ട്, ഇത് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, കഞ്ഞിയും കറിയും വെക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. ആത്മാവില്ല. പരിശുദ്ധാത്മാവില്ലാതെ ഒരു ദിവസം ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണാണെന്ന് വിചാരിച്ചല്ലേ എടുത്തത്, അമ്മയാണെന്ന് അറിഞ്ഞില്ലല്ലോ. പരിശുദ്ധാത്മാവിന് എന്താ പങ്കപ്പാട്? അമ്മയാണെങ്കിൽ എന്താ, അപ്പനാണേലും എന്താ, ഭർത്താവാണേലും എന്താ? ആത്മാവിൽ നിറഞ്ഞിരിക്കുമ്പോൾ നീ ആത്മാവിൽ നിറഞ്ഞിരിക്കണം. അല്ലാണ്ട് നീ അവിടെ ഇവിടെയുള്ള ഫോണ് ആരുടേതും ആയിരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ആണോ ഏറ്റവും വലിയ ആള്, അമ്മയാണോ, ഭർത്താവാണോ, ആരാണ്? ഞാൻ വിചാരിച്ചു ഇങ്ങനെയും ചെയ്യുമോ എന്ന്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഒരു ഭാഗം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ കണക്കായി, എൻ്റെ ജീവൻ ഇറങ്ങിപ്പോയ കണക്കായി, എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട കണക്കായി. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ ഞാൻ മനസ്സിലാവുക? ആത്മാവ് പോയിന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ചത്തതായിന്ന്. മനസ്സിലായില്ല പറഞ്ഞത്? അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ നമ്മൾ കുറേ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് വരുന്നുണ്ടായി. 1:10 സ്കൂൾ വിടുന്നത്. അപ്പോൾ ഒരു 12:30 1 മണി എങ്ങാണ്ട് ആയപ്പോഴത്തേക്ക് അച്ഛൻ നമ്മുടെ 6:30 നിർബന്ധത്തിലാണ്. കാരണം ഞാൻ പള്ളിയും സ്കൂളും അപ്പുറമായിട്ടാണ് ഇരിക്കുന്നത്. 8 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 6:30 അവിടുത്തെ മോർണിംഗ് മാസ്, നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. 7:20 കുട്ടിയെ സ്കൂളിനകത്ത് കയറ്റി വിടണം, അല്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് നിൽക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അവിടെ ചെല്ലണം. അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുർബാന കാണാൻ പറ്റത്തില്ല വീക്ക് ഡേയ്സിൽ. അപ്പോൾ ആരാണ്ടെല്ലാം കൂടെ സജസ്റ്റ് ചെയ്തു. എനിക്കൊരു താല്പര്യമായിരുന്നു. അച്ഛൻ അവസാനം ഒരു അനൗൺസ്മെൻറ്റ് നടത്തി, ഇങ്ങനെ ഈ സമയത്ത് ഒരു നട്ടപ്പുറം ഉച്ചയ്ക്ക് ഒരു കുർബാന. അത് നമ്മളെ ഉദ്ദേശിച്ചാണ്. ആ മാതാപിതാക്കൾ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്ന, സ്കൂൾ വിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടി. അതൊരു ആനന്ദം എനിക്ക് തന്നെന്ന് പറഞ്ഞാൽ, ഒരു കുർബാന തുടങ്ങിയല്ലോ, എനിക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഇത് 20, 25, 23 വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. 25 വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം 25 അല്ല 24, 20 കണക്കാക്കിക്കോ. ഡൽഹിയിലുണ്ടായ സമയത്താണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ഓൾറെഡി 20 വർഷം കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് അത് പറയുന്നത്. എന്നിട്ട് ഒരു ദിവസം കുർബാന സ്വീകരിച്ച്, ഒരു കുട്ടിയച്ഛനായിരുന്നു അന്ന്, ഫാദർ വിജയ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് കുർബാന മലയാളി അച്ഛനാണ് കുർബാന ചൊല്ലിയത്. കുർബാന ചൊല്ലി ഈശോയെ സ്വീകരിച്ചു, ഞാൻ കയ്യിൽ സ്വീകരിച്ച് ഭക്ഷിച്ചു. ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് ഒരൊറ്റ കരച്ചിലങ്ങോട്ട് കരഞ്ഞു. കൈ രണ്ടും കൊണ്ട് ഞാൻ എൻ്റെ മുഖം പൊത്തി.
രണ്ടാമത്തെ ബെഞ്ചിലാ ഞാനിരുന്നത്. ഒരു കുഞ്ഞു സ്ഥലം, മേടയുടെ അച്ഛന്മാരുടെ മേടയിലെ അടിവശമായിരുന്നു ഇത്. ഒരു ചെറിയൊരു ഹോൾ മാതിരിയുണ്ട്. അതിലാണ്, പള്ളിയിലല്ല നടക്കുന്നത്. അപ്പം പിന്നെ ഞാൻ പൊട്ടി കരഞ്ഞിട്ട് എനിക്ക് ആലമുറയിട്ട് കരണം തോന്നി. അങ്ങനെ ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്നോട് പറഞ്ഞാ മതി. നീ ഇങ്ങനെ എന്നെ പിന്നെ ഉപേക്ഷിച്ചിട്ട് പോരല്ല. ഞാൻ ഭയങ്കരമായിട്ട് സഫറിങ്ങിലാണ്, ആത്മഭാരത്തിലാണ്, ആത്മദുഃഖത്തിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ പൊന്ന് ചങ്ങായിമാരെ പിന്നെ വന്നു. കരഞ്ഞ് നിലവിളിച്ച് ഏതായാലും വന്നപ്പം കൊച്ചു കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടണമെന്ന് എനിക്ക് എന്നോട് ആ നിലവിളിയിൽ, കണ്ണുനീരിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ആ നിലവിളി കേട്ടിട്ട് പിന്നെ തിരിച്ചു വന്നു. അപ്പോഴാണ് എനിക്ക് ആകെ ഒരു മനസമാധാനം കിട്ടിയത് കേട്ടോ. പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അങ്ങ് ഒരു ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞാൽ ഞാൻ സെവൻത് സ്കൈയിലാണ്, ക്ലൗഡിൻ്റെ മേളിൽ കൂടെ നടക്കുന്ന കണക്കായി. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഒരു പോക്ക് പോയി കഴിഞ്ഞപ്പം മനോദുഃഖം, ആത്മഭാരം, വോയിഡ്, അതായത് മൊത്തം എംപ്റ്റിനെസ് ആണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ എംപ്റ്റിനെസ് ആണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായത് പ്രിയമക്കളെ. ഞാൻ വളരെയധികം എനിക്കത് ആ ഒരു വിഷമം, എനിക്കിനി വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയാലും എനിക്ക് തോന്നുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ കുറച്ച് ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അവിടെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് നടത്തി വിളിച്ചു വരുത്തിയിട്ട് 6:30 ഫോൺ വന്നപ്പോഴത്തേക്ക്, എന്നാൽ പിന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പം തോന്നുന്നു, പരിശുദ്ധാത്മാവേ ക്ഷമിക്കുക കേട്ടോ, ഞാനിപ്പോൾ ഇന്ന ഒരു കാര്യത്തിലോട്ട് ഒന്ന് ഫോൺ എടുത്തോട്ടെ എന്ന് പറഞ്ഞായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നായിരിക്കും, എനിക്കറിയത്തില്ല. നമ്മളിത് ചാടി അങ്ങ് ഫോൺ എടുക്കുകയാണ്. അതേ ടേബിളിൽ തന്നെ ഇരുന്നാണ്, ഫോൺ എവിടെയാണ് വെച്ചിരുന്നത് ആ ടേബിളിൽ തന്നെ ഇരുന്നിട്ടായിരുന്നു ഞാൻ കൗൺസിലിങ് ചെയ്തുകൊണ്ടിരുന്നത്, ടേബിളിൻ്റെ അവിടെ കസേര ഇട്ടിട്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ ഈശോ ഇരുന്നിരുന്നത്. ആ ഈശോയാണ് ഇപ്പം മേരിച്ചാക്ക കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് മേരിയുടെ അടുത്ത്. ഞാൻ വീട് വിട്ട് പോന്നപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ജോസ്ഫിനെ, എൻ്റെ വീട്ടിൽ പല സാധനങ്ങളുണ്ടാവല്ലോ, പലരും ചോദിച്ചിരുന്നു, ജോസ്ഫിനെ എനിക്കൊന്നും വേണ്ട, എനിക്ക് ആ ഈശോയെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഇന്നും അത് അവിടെ ഭദ്രമായിട്ടിരിക്കുന്നു. മേരിയുടെ വീട്ടിൽ ചെന്ന് ഈശോ കയറിയത് കൊണ്ട് ഞാനും ആനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ഒരു ആത്മബന്ധം ഈ ആത്മാവുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകണം. ഈ ഗ്രൂപ്പിൽ ഇപ്പം എൻ്റെ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ മാത്രമല്ല, ഇതിനി കേൾക്കാൻ പോണ ആൾക്കാർ യൂട്യൂബിൽ ഇട്ടാലും 100 പേര് കേട്ടെങ്കിൽ കേട്ടു. ഞാനതിനകത്ത് കംപ്ലൈൻ്റ് ഇല്ല. കാരണം വിളിച്ചാക്കുന്നവരെ, ദൈവം വിളിച്ചാക്കുന്നവരെ മാത്രമേ അത് കേൾക്കാൻ പാടുള്ളൂ. അവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണും. പക്ഷേ ഇനി എൻ്റെ ക്ലാസ് ഡെയിലി കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് യൂട്യൂബിൽ കൂടെ, അവർക്ക് മനസ്സിലായെന്നിരിക്കും. പക്ഷേ ആദ്യമായിട്ട് ഒരാൾ കേട്ടാൽ ഇവക്കെന്താ പ്രാന്താണോ? പരിശുദ്ധാത്മാവ് പോയത് ഇവള് കണ്ടോ? വന്നത് ഇവള് കണ്ടോ? ഇവള് കരഞ്ഞാ ഫോൺ അടിക്കുന്നത് എടുത്തെന്നും പറഞ്ഞ് പോണ പരിശുദ്ധാത്മാവാണോ? ഇവള് കരഞ്ഞാൽ തിരിച്ചു വരുന്ന അത് ഞാനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 3 ദിവസം മുന്നെയാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഗ്രൂപ്പിൽ അത് ഉൾപ്പെടുത്തണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണടച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയാനായിട്ട് സിജി ഒന്ന് പ്രാർത്ഥിച്ചോളൂ. സോഫിക്ക് വേറെ പണി തരാം. സിജി ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ സിജി? ജോലിയാണ്. എന്നാ പിന്നെ ജോലിയിലുള്ള ആൾ പ്രാർത്ഥിക്കണ്ട. എന്നാ പിന്നെ സോഫി തന്നെ പ്രാർത്ഥിച്ചോളൂ. മാർട്ടിനും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോഫിയെ പ്രാർത്ഥിച്ചോ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ സോഫിക്ക്? അൺമ്യൂട്ട് ചെയ്യൂ. അത് ശരി. പറ്റുന്നില്ലേ? അല്ലെങ്കിൽ വേറെ ആരാ ഉള്ളത്? എന്നാ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഹല്ലേലൂയ. ജിപ്സി പ്രാർത്ഥിച്ചോളൂ. ഇപ്പൊ വേറെ ആരെയും കാണുന്നില്ല. പ്രാർത്ഥിക്കാവോ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജിപ്സിനോട് പറയാമായിരുന്നു, ഇനി പോയെങ്കിൽ പകുതി പ്രാർത്ഥന പിന്നെ ഇല്ലാണ്ടായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പ്രാർത്ഥിച്ചോ. 2 മിനിറ്റത്തേക്ക് പ്രാർത്ഥിച്ചോ. നാമത്തിൽ ആമേൻ. ത്രിയേകദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആമേൻ. നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് നയിക്കാതെ ഞങ്ങൾക്ക്, അങ്ങില്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ല.
ഈശോ എന്ന സഹായകനായ അങ്ങയുടെ സഹായം കൂടാതെ ഈ ലോകത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ആർക്കും ജീവിക്കാനോ എന്തെങ്കിലും പ്രവർത്തിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓരോരുത്തരിലും മാമോദീസ വഴിയായി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പിതാവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും മേലെ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഓരോ വ്യക്തിയും ഈ ഗ്രൂപ്പിൽ ഉള്ള ഓരോ വ്യക്തികളെയും നിറയ്ക്കണമേ ഈശോയെ. അവരെല്ലാവരും അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. ഓരോരുത്തർക്കും ഓരോ വരങ്ങൾ ലഭിക്കുന്നതിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനും അവരെ ആത്മീയമായി നയിക്കാനും ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും തീക്ഷ്ണതയോടെ അങ്ങയോട് പ്രാർത്ഥിക്കാനുള്ള കൃപയാണല്ലോ ഈശോയിൽ ലഭിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് ഈ ഗ്രൂപ്പിലേക്ക് വന്ന് നിറയട്ടെ. ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് യൂട്യൂബിലൂടെ കണ്ട് പ്രാർത്ഥിക്കുന്നവരിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് അവരും നിറയട്ടെ. പരിശുദ്ധാത്മാവിനെ തൊട്ടറിയാൻ അവർക്ക് സാധിക്കട്ടെ. ആ സാമീപ്യം ഓരോരുത്തരും അറിയട്ടെ. അങ്ങനെ ആത്മാവിൽ ആനന്ദിക്കാൻ ഞങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങ് ആഗ്രഹിച്ച ഈശോയെ അങ്ങേക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഞങ്ങൾ നിറയ്ക്കാൻ ഈശോയെ അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈശോ എപ്പോഴും അങ്ങയോട് ചേർന്നിരിക്കാനായിട്ട് ആ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കൃപകളെല്ലാം തന്ന് അനുഗ്രഹിക്കണമേ. നിങ്ങൾ പറഞ്ഞോളൂ. കിടക്കുന്ന സോഫി ഔസേപ്പാണ്. പറഞ്ഞോ, എന്താണ് അനുഭവം ഉണ്ടായത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധാത്മാവിനോട് കൂടി കൂടുതൽ പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളെയും കൊണ്ട് നിറയാനും പ്രാർത്ഥിക്കാനും സിസ്റ്റർ പറയുമ്പോൾ ഓരോന്നും ഓരോ പ്രാവശ്യം പറയുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയണപ്പോൾ ഒരു അനുഭവമായിരുന്നു. പരിശുദ്ധാത്മാവ് ജോലിക്കാതെ കണ്ട് ഒപ്പിക്കാൻ പാടില്ല എന്നും പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇനിയും പരിശുദ്ധാത്മാവിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനും നമ്മളെ നയിക്കാനും ജീവിതത്തിൽ വന്ന് നിറയാനും നയിക്കാനും ഉജ്ജ്വലിപ്പിക്കാനും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയാനും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. പിന്നെ നമ്മുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവില്ലാതെ കണ്ടുള്ള ജീവിതം ഇല്ല. പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല. പറഞ്ഞ പോലെ ഒരു വെറുതെയായിരിക്കും നമ്മള്. അപ്പൊ അത് നമ്മളുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ വിട്ടുകളയാതിനും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നമ്മളിന്ന് എടുത്തു പോകാതിരിക്കാനും പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള നല്ലൊരു അറിവായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അധികം മുൻസ്ഥാനം കൊടുക്കേണ്ടത് നമ്മള് ദൈവത്തിനാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ ഫോൺ വന്നപ്പോ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മള് ഈശോയ്ക്കാണ് മുമ്പ് ഏറ്റവും സ്ഥാനം കൊടുക്കേണ്ടത്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കും ഭൗതിക സുഖങ്ങൾക്കും അതിനെ കുറിച്ചൊന്നല്ല. ഈശോയ്ക്ക് ആദ്യം സ്ഥാനം കൊടുക്കണം. ഭർത്താവായാലും മക്കളായാലും ആരായാലും ആദ്യം നമ്മൾ ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലായി. പിന്നീട് ജീവിതത്തിലും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനും അഭിഷേകം നിറയാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗ്ലാഡിസ്, സോഫി മ്യൂട്ട്. ഗ്ലാഡിസ് പറഞ്ഞോളൂ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്ക് ആത്മാവിന്റെ നിറവുണ്ടാകുകയില്ല. ഒന്നും തന്നെ ബോധ്യപ്പെടുത്തി കിട്ടില്ല. എല്ലാം ബ്ലാങ്ക് ആയി പോവും. നമുക്ക് പിന്നീട് ഒരു ജീവിതം ഒരു ജീവനില്ലാത്ത ജീവിതമായിരിക്കും. ആത്മാവുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുകയുള്ളൂ. പിന്നെ ആത്മാവ് നയിച്ചെങ്കിലേ നമുക്ക് ജീവിതത്തിൽ തന്നെ എന്താ പറയണ്ടേ ഒരു ലൈഫ് ഉണ്ടാകുകയുള്ളൂ എന്നും ജീവിതത്തിലെ അത്യാവശ്യമാണ് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്നും മനസ്സിലായി. പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകുന്നത് ആത്മാവിനെ നമ്മൾ കൂടുതൽ തീഷ്ണതയോടെ വീണ്ടും വിളിച്ച് പ്രാർത്ഥിച്ച് ജ്വലിപ്പിച്ചാല്
ആത്മാവ് തിരിച്ചു വരുന്നതും പിന്നീട് എല്ലാ കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ടും മനസ്സിലായി. ആത്മാവ് നല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് നല്ലൊരു കൂട്ടുകാരനാ നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നും ആത്മാവുമായിട്ട് സംസാരിക്കണം. ഞാൻ എന്നെന്താ ചെയ്യണ്ടേ, എല്ലാ കാര്യങ്ങളും ചോദിക്കണം. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിന്റെ ബോധ്യം വരും, മനസ്സിൽ ബോധ്യം വരുമെന്ന് ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നും ആത്മാവിനെ നമ്മൾ വിളിച്ചുണർത്തിക്കൊണ്ടേ ഇരിക്കണം. തീക്ഷ്ണമായി വിളിച്ചുണർത്തിയാല് ആത്മാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചാല് ആത്മാവ് വ്യത്യസ്ത കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമുക്ക് അങ്ങനെ അതിലെ ആത്മാവിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങ് നിത്യത വരെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. സിജി പറയാൻ പറ്റുമോ എന്തായാലും 2 വാക്ക്? ഇല്ല, എന്നാ പിന്നെ ആലേ പറഞ്ഞോളൂ. പരിശുദ്ധാത്മാവിനെ പറ്റി സിസ്റ്റർ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ആരോഗ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര സ്ഥാനം കൊടുക്കണം എന്നുള്ള ഒരു ബോധ്യം കിട്ടി. പ്രഥമ സ്ഥാനം കൊടുക്കണം എല്ലാ കാര്യത്തിലും. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം. എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള അങ്ങനെയൊക്കെ ഒരു സംശയമൊക്കെ വരുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം. എപ്പോഴും നടക്കാറില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ചില സമയത്തൊന്നും അതൊക്കെ അങ്ങനെ നമ്മുടെ തന്നെ തീരുമാനം അങ്ങ് എടുക്കും, അത് തെറ്റിപ്പോവുകയും ചെയ്യും. പക്ഷെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം എന്നൊരു ബോധ്യം കിട്ടി. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ജീവിതം, ആത്മീയ ജീവിതത്തില് അത് മുഖ്യ സ്ഥാനമുണ്ട് പരിശുദ്ധാത്മാവിന്. അപ്പൊ നമുക്കൊരു ജീവിതത്തിന് അർത്ഥം ഉണ്ടാവണമെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ കാര്യം ഓരോ നമുക്ക് നല്ല ബോധ്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് കിട്ടും. എനിക്ക് പരിശുദ്ധാത്മാവ് ഈ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായി കഴിഞ്ഞ പിന്നെ ഒത്തിരി ബോധ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എന്തൊക്കെ വന്നാലും ഒന്നും അല്ല, ദൈവം അനുഭവിച്ചിട്ടാണല്ലോ. അതുകൊണ്ട് ദൈവം കൂടെയുണ്ട്. അങ്ങനത്തെ ബോധ്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ആദ്യമുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ടെൻഷനൊന്നും ഇല്ല, എല്ലാം ദൈവം നടത്തിത്തരും. അങ്ങനെ ഒരു ബോധ്യം കിട്ടി. അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം മുഖ്യ സ്ഥാനം കൊടുക്കണം എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ആ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും പോകരുത്. ഞാൻ അത് എന്റെ അശ്രദ്ധ കൊണ്ട് ഞാനിങ്ങനെ ലോകത്തിന്റെ ഇതിലൂടി കഴിയുമ്പം അതൊക്കെ പരിശുദ്ധാത്മാവിനത് ഇഷ്ടപ്പെട്ടില്ലല്ലോ, വേദനിപ്പിക്കും. അപ്പൊ അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ആലോചന ചോദിച്ച് അതനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ എപ്പോഴും ജീവിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളുടെ പ്രശ്നങ്ങൾ കർത്താവേ ഇതേ കണ്ടോ, എൻ്റെ പ്രശ്നം കണ്ടോ, എസിന്റെ പ്രശ്നം കണ്ടോ എന്ന് പറയാതെ പ്രശ്നങ്ങളോട് എൻ്റെ കർത്താവിനെ കണ്ടോ, ഇങ്ങനെ ഒരു കർത്താവ് എനിക്കുണ്ടെന്ന് പറയുന്നതായിരിക്കണം. ആ കർത്താവിൻ്റെ അരൂപി നമ്മുടെ അകത്ത് ഉണ്ട്. ഞാനങ്ങനെ കാണിക്കാറുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് ടോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അരളിക്ക എഴുന്നള്ളിച്ച് വെച്ചേക്കുമ്പോൾ ഞാൻ ഈ അരളിക്ക ചുറ്റുവട്ടവും എൻ്റെ ഭിത്തിയിലൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലായിടത്തും കാണിക്കും, ഇതേ കണ്ടോ, ഇതേ ജീവനുള്ള നിങ്ങളും കേട്ടിട്ടുണ്ടാകും ആ സ്വരം ഇടയ്ക്ക് ഇവിടെ സംസാരം നിങ്ങളോട് പ്രാർത്ഥനയുടെ ഇടയ്ക്ക്, ഇതേ കണ്ടോ, ഇതാണ് എൻ്റെ ഈശോ, ജീവനോടെയുള്ള ഈശോയാണ്, നീ കാണു, നീ വേണേ ആരാച്ചോ എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. സുജാ ജോയ് പറഞ്ഞോ, എല്ലാം കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനോട് നമ്മള് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള ഇതിലൂടെ കൂടുതൽ കിട്ടി. നമ്മൾ 1-ാം സ്ഥാനം പരിശുദ്ധാത്മാവിന് കൊടുക്കണമെന്നും പരിശുദ്ധാത്മാവിന്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആലോചന നടത്തി കഴിഞ്ഞാല് പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തി തരുമെന്നുള്ള ബോധ്യമാണ് കിട്ടിയത്. അപ്പം നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ നമുക്ക് സുഹൃത്ത് പറഞ്ഞ പോലെ ഓരോ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് കൂടുതൽ പ്രാർത്ഥിക്കുക എന്ന ബോധ്യമാണ് എനിക്കും കിട്ടിയേക്കുന്നത്. നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പൊ 2026
നമ്മള് കൂടുതൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ എനിക്കും അത് തന്നെയുള്ള ഒരു ബോധ്യമാണ് കിട്ടിയത്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞായിരുന്നു അന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഒരു ബോധ്യമാണ്. ആമേൻ. ജിത്സി പറഞ്ഞോളൂ. കൂടെ കൂടി പിന്നെയാണ് ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കുകയും ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും, ഏറ്റെടുക്കണം എന്ന്, അതെല്ലാം ചെയ്തു തരണം എന്ന് ഞാൻ എന്റെ ഇതില് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അതിന്റെ ഭയങ്കര വ്യത്യാസം അറിയുന്നുമുണ്ട്. നമ്മളുടെ ആ ഒരു ഭാരം മാറിയതും നമ്മുടെ ഉത്തരവാദിത്തമല്ല, പരിശുദ്ധാത്മാവിന്റെ തീരുമാനം അനുസരിച്ച് ചെയ്യുന്ന ആ ഒരു അനുഭവം എനിക്ക് പല കാര്യങ്ങളിലും വരുന്നുമുണ്ട്. അത് മനസ്സിലാവുന്നുണ്ട്. അവരിന്ന് സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഒരു കാര്യം ആ രീതിയിൽ ചിന്തിച്ചത്. കാരണം ബൈബിളില് ഈശോ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കൊരു സഹായകനെ തരും, ഒരു കംഫർട്ടറിനെ തരും എന്നാണല്ലോ. അപ്പൊ ആ രീതിയിലാണ് ഇങ്ങനെ എപ്പോഴും പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിക്കുന്ന ചോദിക്കുന്ന ഒക്കെ. അറിയാം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവത്തിലെ ഒരാളാണെന്നുള്ളത് അറിയാമെങ്കിലും സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ശരിയല്ലേ, പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെ അന്തസത്ത തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് ദൈവാംശം തന്നിരിക്കുകയാണ്. നല്ല വാക്കാണത്. അപ്പൊ അത് നമ്മള് വിലമതിക്കുന്നില്ലല്ലോ. ശരി, ഞാനൊന്നും വിലമതിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ചാ ആ ഒരു ആദരവോടെയാണോ പരിശുദ്ധാത്മാവിനെ ഞാൻ ഇത്രയും കാലം കണ്ടിരുന്നേന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ആ ഒരു രീതിയിലല്ല ഞാൻ വിളിച്ചിരുന്നേ. എന്നുവെച്ചാ ബഹുമാനക്കുറവുണ്ടെന്നല്ല, അത്രയും ഇതായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ആഴത്തിൽ ഞാൻ എന്റെ ബുദ്ധിക്ക് മനസ്സിലായില്ല എന്ന് പറയാം. അത്രയും വലിയൊരു അപ്പൊ എത്ര മാത്രമാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. താഴെയായി മാത്രം, അതെ അതെ, അല്പം താഴെ മാത്രം മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ അടുത്ത എനിക്കൊന്ന് ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിലാണ് വായിച്ചതെന്ന് തോന്നുന്നു, മാലാഖമാർക്ക് പോലും മനുഷ്യരോട് അസൂയാണ്. അവരെ പോലും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ സേവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതായത് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സൃഷ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ഫസ്സനമാരുടെ ഡയറിയിലുള്ളതാണ്. പക്ഷെ വചനത്തിനകത്ത്, ബൈബിളിനകത്ത് അതിനകത്ത് കിടക്കുന്ന എന്താന്ന് വെച്ചാൽ, ദൈവം 70 പേരെ തെരഞ്ഞെടുത്ത് അയച്ച് ഇരണ്ടായിട്ട് അയച്ച് തിരിച്ചു വരുമ്പം ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, ഞങ്ങൾ പറഞ്ഞപ്പോൾ പിശാച് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൽപ്പിച്ചപ്പോൾ പിശാച് ഓടിപ്പോയി. അപ്പോൾ പറയും, ആത്മാവ് ഈശോ പറഞ്ഞ ഇതാണ്, അതായത് ഏഞ്ചൽസ് എന്ന് ഞാനിവിടെ പറയുന്നത്, നിങ്ങളെ അനുസരിച്ചു എന്നുള്ളതിലല്ല, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള ഓർത്ത് നിങ്ങൾ ആനന്ദിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ദേ ആർ അവർ സെർവൻസ്. നമുക്ക് എയ്ഡിനായിട്ടാണ്. ഞാൻ സെർവൻസ് എന്ന് അവരെ വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ദേ ആർ അവർ ഹെൽപ്പേഴ്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ അത് ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിലുള്ളത് തന്നെയാണ് ആ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫുള്ള് ബോധ്യം കിട്ടിയല്ലോ അല്ലേ. നമ്മൾ വി ആർ നോട്ട് വിതൗട്ട് ഹെൽപ്പേഴ്സ്. ആമേൻ ആമേൻ ആമേൻ. അത് ഏറ്റവും ബിഗസ്റ്റ് പവറാണ് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ. അത് ആ ഒരു സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന ഏത് ക്രിസ്ത്യാനി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതവിടെ നിൽക്കട്ടെ. ദീപ്തി മാർട്ടിൻ പറയാൻ പറ്റുമോ എല്ലാം? എനിക്ക് ഇതുപോലെ കുറച്ചു നാളായി പിതാവോ പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പിതാവിന്റെ പുത്രന്റെ ചില ഉറക്കെ പറയണേ, ഫെയിന്റ് ആയിട്ട് കേൾക്കുന്നത്. പിതാവിലും പുത്രനിലുള്ള ആത്മാവും അതുപോലെ ത്രിയേക ദൈവത്തിലും മൂന്നാമത്തെ ആളോ എന്നുള്ള അറിയാമെങ്കിലും ആഴത്തിലൊരു ബോധ്യം ഈ കുറച്ചു നാളായിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടി നല്ല ബോധത്തിലേക്ക് വീണ്ടും വന്നോണ്ടു ഒരു മാസത്തോളമായി ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇടയ്ക്ക് ഒരു കോൺഷ്യസ് ആവുമ്പോ. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എന്നും തന്നെ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റും ഗുഡ് നൈറ്റും ഇതിലൊക്കെ പറഞ്ഞു ഇപ്പോയിട്ട് അടുപ്പിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ശരിക്കും പരിശുദ്ധാത്മാവിന്റെ ജപമാല ഇപ്പം അടുപ്പിച്ച് കുറച്ച് നാളായിട്ട് ചൊല്ലി തുടങ്ങിയിട്ടുണ്ട് എന്നും തന്നെ. അതുപോലെ ഈ എല്ലാം ടേക്ക് ഓവർ ചെയ്യാൻ എല്ലാം തന്നെ ഇപ്പം രാത്രി കിടക്കുമ്പോൾ രാവിലെ നിൽക്കുമ്പോൾ കാര്യങ്ങള് ചിന്തകള് പ്രവൃത്തികള് എല്ലാം ഇമോഷൻ ഒക്കെ പറഞ്ഞ് അപ്പം അതിൽ ചെറിയ ചേഞ്ച് കാണുന്നുണ്ട് ജീവിതത്തിൽ. അതായത് ഇപ്പോഴും സന്തുഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി പ്രാർത്ഥന വരുന്നതുകൊണ്ട് ആ ഒരു ചേഞ്ച് എനിക്ക്
ദൈവം തരണം. ഇപ്പൊ കൂടുതൽ ഉള്ളിൽ ഭയങ്കര ബോധ്യം പരിശുദ്ധാത്മാവാണ്. അതായത് ഈശോ പോയി, ഈശോ നമുക്ക് തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ. ഇനി നിന്റെ പിതാവ് എന്ന് പറഞ്ഞത് ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു, അപ്പം ഞാൻ നിങ്ങൾക്ക് എന്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. അത് പിന്നെ നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവായി എത്ര ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് എന്തും തരും. പക്ഷെ എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നുള്ളത് നൽകുകയില്ല. അത്രയും അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകും. തരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ അത് പ്രാപിക്കണം. ഇനിയുള്ള പ്രാർത്ഥനകളിൽ നമ്മുടെ സുജ ജോയിക്ക് ഇന്നലെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ഇതാണ് ദീപ്തി മാർട്ടിൻ, അവർക്ക് വേണ്ടി ഉണ്ടായ മെസ്സേജ് എന്ന് പറഞ്ഞ സുജ. ഞാൻ ദീപ്തിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് ജോലി മേഖലയില് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നന്നായിട്ട് നല്ലൊരു ജോലിയിലേക്ക് എന്നോടത് ഷെയർ ചെയ്തു. ദീപ്തി ഇന്ന് കയറുമെന്ന് അറിയില്ലായിരുന്നു, അങ്ങനെ ഞാനത് പറഞ്ഞു. മോളി ജോസ് എങ്ങനെയുണ്ട്, സുഖമാണോ? മോളിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. മോളി ജോസിന് അടുത്ത ചൊവ്വാഴ്ച പിന്നെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ആരെങ്കിലും അത് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെല്ലാവരും അവരുടെ കാര്യം എടുത്ത് പ്രാർത്ഥിക്കണം. ഓപ്പറേഷൻ സക്സസ് ആകാനും ഇത് ആദ്യത്തെ അവസാനത്തെ ഒരു ഓപ്പറേഷനായി ഈ ഒരു മേഖലയിൽ ചെയ്യാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മോളി ക്ലാസ് കേട്ടിരുന്നല്ലോ, എന്തായിരുന്നു പറഞ്ഞു? പരിശുദ്ധാത്മാവിനെ കേന്ദ്രമായിട്ട് എടുക്കണമെന്ന് കൂടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താ പറയാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിത്യതയോളം ഉണ്ടാകണം, അഭിഷേകത്തോട് അങ്ങനെയും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കൂടുതൽ ഈശോയോടാണ് ഒരു പ്രാർത്ഥിക്കാൻ പ്രചോദനം തരുന്നതും പഠിപ്പിക്കുന്നതും നമ്മുടെ ഞരങ്ങലും മൂളലും അതും പരിശുദ്ധാത്മാവിൻ്റെതാണ്. പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉരുവിടുന്നത്, അത്രയും മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ. സംസാരിക്കുന്നതൊക്കെ ഈശോയോടായിരുന്നു. പരിശുദ്ധാത്മാവിനോട് ആണെങ്കിലും സംസാരം വരുമ്പോഴൊക്കെ ഈശോയോടായിരുന്നു. ഇപ്പം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടോ എന്നൊക്കെ അറിയാമെങ്കിലും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഈശോയോടായിരുന്നു. അതിൽ പരിശുദ്ധാത്മാവിന് പരിഭവമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു അടി കിട്ടിയായിരുന്നു. ഞാൻ ഈശോയുടെ വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ടാണ് ഓരോ വ്യക്തികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തോന്നാറുണ്ട്, നമ്മളല്ല സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. സംസാരിച്ച് കഴിയുമ്പോൾ ബോധ്യം വരാറുണ്ട്. പറയാനിങ്ങനെ അങ്ങനെയൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. അതെ അതെ, മനസ്സിലായി, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെ പിന്നീട് വിചാരിക്കും അതെങ്ങനെ കിട്ടി, എപ്പോ കിട്ടി, ഞാൻ ചിന്തിച്ചതല്ലല്ലോ. ഒരു സഹോദരിയോട് ജോലിക്കുന്നവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഇതൊന്നും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതെ, ദൈവാത്മാവ് തന്നെയാണ് നിങ്ങളുടെ വായിൽ കൂടെ സംസാരിച്ചതെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. മോളിക്ക് ഒരു വിശ്വാസത്തിന്റെ ഒരു ആഴമുണ്ട്, അത് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം ഒരു ശുശ്രൂഷ മേഖലയിലോട്ട്, എനിക്ക് തോന്നുന്നു അത് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകുമെന്നാ. നേരത്തെ കൗൺസിലിങ്ങിന് പറഞ്ഞായിരുന്നല്ലേ? അങ്ങനെയല്ല പറഞ്ഞേ, മോളിക്ക് പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോളിംഗ് ഉണ്ടല്ലോ, ചെയ്യുന്നില്ലെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ഞാനിപ്പോ നിർത്തിപ്പോയായിരുന്നു പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞു അത് ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ തീരുമാനം എടുക്കത് കണ്ടിന്യൂ ചെയ്യാൻ, അപ്പൊ മക്കളുടെ കാര്യത്തിലൊക്കെ ഈശോ ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളവർ പോവുകയും ജോലി കിട്ടുകയൊക്കെ ചെയ്തായിരുന്നല്ലേ? കുമ്പസാരിക്കാൻ പോവുകയും. അവൾ എത്ര വർഷം മുന്നേ കുമ്പസാരിച്ച? 3 വർഷമോ? കൊറോണ കഴിഞ്ഞതിന് കൊറോണ കഴിഞ്ഞിപ്പോ 5 വർഷമായല്ലോ. അത് കഴിഞ്ഞ് പോയിട്ടില്ല. 5 വർഷത്തോളം കുമ്പസാരിക്കാത്ത ഒരു കുട്ടി ഇവക്ക് കൗൺസിലിംഗ് ചെയ്തതിന്റെ ശേഷം സംസാരിച്ചു. അത് കഴിഞ്ഞ് സന്ദേശം മാറ്റം വന്നു. പ്രൈസ് ദി ലോർഡ്. അതല്ല, അത് സാരമില്ല, അത് അവർ അസുഖമായിട്ട് കണക്കാക്കണ്ട. ഞാൻ പറയുന്നത് എനിക്കല്ലാത്തത് കൊണ്ടല്ല ഈ അസുഖം, നിങ്ങളുടേത്. അത് ദൈവം ഇങ്ങനെ ഞൊടിയിടയിൽ എടുത്തു മാറ്റി നിങ്ങളെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ഈ പരിശുദ്ധാത്മാവ് തരുന്നോണ്ടാണ് അത് പറയുന്നത്. മനസ്സിലായോ? കേന്ദ്രത്തിലൊക്കെ പോയപ്പോഴാണെങ്കിലും കുഞ്ഞു പിന്നെ ചെറിയൊരു കാര്യം ഒക്കെ ആണെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ ഓരോ ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും എല്ലാം ഞാനല്ല എന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലാകാറുണ്ടെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാകാറുണ്ട്. ഇപ്പം മനസ്സിലായല്ലേ പരിശുദ്ധാത്മാവാണെന്നുള്ളത്. എന്നാ ശരി, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചോളാം.
ഒന്നും പ്രയാസപ്പെടേണ്ട. ഈ ഗ്രൂപ്പ് നിങ്ങളുടെ പിന്നിലുണ്ടെന്നുള്ള ബോധ്യത്തിൽ ക്യാൻസർ ആണേലും എന്താണേലും ദൈവം അത് അപ്പം തന്നെ ആ കത്തിയോടെ തീർന്നു. ഇനി പിന്നീട് ഒരു അസുഖം ഇതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഇതിനെക്കുറിച്ച് ഉണ്ടാകത്തില്ല. അത് പ്രശ്നമില്ല. ഓക്കെ, ശരി. സഹിക്കാനുള്ള കൃപ, സന്തോഷത്തോടെ സ്വീകരിക്കാനും പ്രൈസ് ദ സഹിക്കാനുള്ള ലോർഡ്, കൃപ പ്രൈസ് ദ ലോർഡ്. അതാണ് വേണ്ടത്. അതൊരു വലിയൊരു തീരുമാനം തന്നെയാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമൻ. മറ്റ് പ്രാർത്ഥനയിലോട്ട് കടക്കാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുജ ജോയി എന്തെങ്കിലും കണ്ടിരുന്നോ? എന്നെ കൊണ്ട് സമയത്ത് ഈശോയുടെ കണ്ണയിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊഴുകുന്നതാണ്. പ്രൈസ് ദ ലോർഡ്, ആമേൻ. പിന്നെ മുഖ്യ സിസ്റ്റർ വീടിന്റെ ഇങ്ങനെ പറന്നു വരുന്നതായിട്ട് അങ്ങനെ കണ്ടു. ഇങ്ങനെ ആ ചിറകുമായിട്ട് അത് കണ്ടു. പിന്നെ മാലാഖമാരുടെ സാന്നിധ്യം അവിടെ കണ്ടു. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. അപ്പം സുജ കണ്ടതിന് ദർശനം കൊടുത്തതിന് പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ മിഖായേൽ എൻ്റെ വീട്ടിലേക്ക് വരുന്നതോർത്ത് നന്ദി പറയുന്നു വിശുദ്ധ മിഖായേലിന്. പിന്നെ ആരായിരുന്നു? മാലാഖമാരുണ്ടല്ലേ, മാലാഖമാർക്ക് നന്ദി പറയാം. ആമേൻ. പിന്നെ ഈശോ കരയുന്ന ആ കരുണയുടെ ഈശോയെ കണ്ടു, ആ ഈശോയ്ക്ക് നന്ദി പറയാം. ആമേൻ, 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 ആമേൻ. ഗ്ലാഡിസ് പറഞ്ഞോളൂ, എന്താണ് കണ്ടത്? ഞാന് പരിശുദ്ധ ദിവ്യർണീശോയ്ക്ക് എന്നുള്ള ഇത് പറഞ്ഞപ്പോഴ് ഒരു പെണ്ണുങ്ങള് വലിയൊരു ചാക്ക് കൈ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വരെ. ഒരു പെണ്ണോ അതോ പെണ്ണുങ്ങളോ സ്ത്രീകളോ? ഒരു പെണ്ണല്ല, ഒരു പെണ്ണുങ്ങളാണ്, കുറച്ച് പ്രായമുള്ള. ഒരു വെള്ളച്ചാക്ക് ഇങ്ങനെ കൈ നിറച്ചു, അതിലെന്തോ ഉണ്ട്, തള്ളി വെക്കേണ്ട ചുമട, പക്ഷെ കൈ പിടിച്ചോണ്ട് അങ്ങ് പോകുന്നത് ആയിട്ട് കണ്ടു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസൈൻമെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ പറ. വെള്ളച്ചാക്കാണ്, കയ്യിൽ എന്തോ ഉണ്ട്. എവിടത്തെ കേരളത്തിലുള്ള ആൾക്കാരെയാണോ കാണുന്നത്? അതെ അല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ വേറെ ഒന്നും കണ്ടില്ല. അപ്പൊ ആ ഒരു ദർശനം ഗ്ലാഡിസിന് കിട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. സുജ പറഞ്ഞു. ഇനി സോഫി എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇല്ല. ദീപ്തി പറഞ്ഞോളൂ. ദീപ്തി പറയാൻ പറ്റുമോ? എനിക്ക് തോന്നില്ല, ഒന്നും കിട്ടിയെന്ന് തോന്നുന്നത്. ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ പച്ച ഇലകൾ കിളിർത്തുന്നുണ്ട്, അങ്ങനെ അങ്ങനെ കണ്ടായിരുന്നു. അത് ശരി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ആരാണ്ട് മരം കണ്ടു, സ്വർണം തൂങ്ങി, സ്വർണത്തിന്റെ ഇതിങ്ങനെ നിക്കുന്നത്. അതാരായിരുന്നു? ആലയാണോ കണ്ടത്? കണ്ടിരുന്നു. ആമേൻ, ആമേൻ. അപ്പൊ രണ്ടാമത്തെ മരമാണ്, തളർത്ത് നിൽക്കുന്നു. അത് വളരെ നല്ലതാണ്. തളർത്ത് നിൽക്കുന്ന ഉണങ്ങിക്കരിഞ്ഞ മരത്തിന് പകരം ഇതിങ്ങനെ കാണുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോ ആല പറഞ്ഞു. മോളി ജോസ് അവിടെ നിൽക്കുക. മോളി ജോസിന് എന്തെങ്കിലും കിട്ടിയായിരുന്നോ ദർശനം? മോളി ഇതിന് മുന്നേ ദർശനം കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കുമ്പോ ഒക്കെ കണ്ടിട്ടില്ലേ? എന്നാ അതെല്ലാം കഴിഞ്ഞ് വരുമ്പം തയ്യാറായിട്ട് വാ. ദർശനങ്ങളൊക്കെ ദൈവം തരുന്നുണ്ട്. ആമേൻ, ആമേൻ. എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മേജർ എർത്ത് ക്വേക്ക് എങ്ങാണ്ട് ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയത്. മേജർ ആയിട്ടുള്ള എർത്ത് ക്വേക്ക് ലോകത്തിൽ എവിടെയോ നടക്കുന്നുണ്ട്. ഞാൻ അന്ന് 26-ാം തീയതി ഒരു കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞു. എങ്ങാണ്ടൊക്കെ വെള്ളപ്പൊക്കമായിരുന്നല്ലോ അല്ലേ? എന്താ വരുന്നത്? എവിടെയായിരുന്നു? ദുബായ് അല്ല, സൗദി അറേബ്യയും കാലിഫോർണിയയും. ഹല്ലേലൂയ. രണ്ടിടം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആലേ പറഞ്ഞോളൂ ബാക്കി. ഈ സമയത്തുണ്ടോ? ശരി. ഞാനിപ്പോ ന്യൂസ് കാണുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ വിവരമില്ല. ഹസ്ബൻഡ് ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു, വേറെ കണ്ട് മെക്സിക്കോയിൽ ഒരെണ്ണം ഉള്ളതായിട്ട് പറഞ്ഞിരുന്നു. കാലിഫോർണിയയിൽ ഇന്നലെ തോന്നുന്നു. അതെ. അത് പക്ഷെ മേജർ ആയിട്ടുള്ള ഒരെണ്ണം എവിടെയാന്ന് അറിയത്തില്ല. 1-2 സ്ഥലങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നതൊക്കെ ആയിട്ടാണ് എനിക്ക് കിട്ടുന്ന സന്ദേശം. അത് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ല എന്ത് ചെയ്യാനായിട്ടാണ്. ആമേൻ. അസുജിക്ക് എന്തെങ്കിലും ദർശനം കിട്ടിയായിരുന്നോ? ജോലിയിലല്ലേ, പറയാൻ പറ്റത്തില്ലല്ലോ. നിക്കാൻ പറ്റിയില്ല. സാരമില്ല, മനസ്സിലാവുന്നുണ്ട്. ആലേ പറഞ്ഞോളൂ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും ആമേൻ. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് പ്രാവിന്റെ രൂപത്തില് പരിശുദ്ധാത്മാവിനെ കണ്ടു.
പിന്നെ വിശുദ്ധ ബർത്തലോ ലോങ്കോയോട് പ്രാർത്ഥിച്ചപ്പം ഒത്തിരി ശുദ്ധീകരണാത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് പ്രൈസ് ദ കണ്ടു. ലോർഡ്. പിന്നെ ആരാധനയുടെ സമയത്ത് കുറെ മാലാഖമാരും മാതാവിനോടൊപ്പം ഈശോയെ ആരാധിക്കുന്നതായിട്ട് പ്രൈസ് ദ കണ്ടു. ലോർഡ്. യെസ്. പിന്നെ വിശുദ്ധ മിഖായേല് ഇങ്ങനെ സിസ്റ്ററിന്റെ റൂമില് ഊരി പിടിച്ച വാളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ഇന്ന് ഓടേണ്ട ആവശ്യമുണ്ട്. ഇതുങ്ങളൊന്നും അടങ്ങിയിരുന്നിട്ടില്ല. അതിനുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം മെസ്സേജ് എന്താണെന്ന്. ആമേൻ. പറഞ്ഞു. പിന്നെ കരുണക്കൊന്ത ചെല്ലിയ സമയത്ത് കരുണയുടെ ഈശോയെ കണ്ടു. അതുപോലെ തുടിക്കുന്ന ഈശോയുടെ തിരുഹൃദയം കണ്ടു. ആമേൻ. പിന്നെ വിശുദ്ധ ഫൗസ്റ്റീനാമയും വിശുദ്ധ യൂപ്രാസമ്മയും കണ്ടു. അത്രേ കണ്ടിട്ടുള്ളൂ. അപ്പൊ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കും എഫ്രോസ്യമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. പിന്നെ പരിശുദ്ധാത്മാവ് ചാദ് എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് ഇറങ്ങി വന്നതുകൊണ്ട് നന്ദി പറയാം. പിന്നെ വിശുദ്ധ മിഖായലിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയ്ക്കും മാലാഖ വൃന്ദങ്ങളും ആരാധിക്കുന്ന നന്ദി പറയാം. പിന്നെ എന്തായിരുന്നു? കരുണയുടെ ഈശോ. ആമേൻ ആമേൻ. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയാനുള്ളത്. പരിശുദ്ധാത്മാവിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ന്യൂ ഇയറിലും നമ്മുടെ കഴിഞ്ഞ വർഷത്തിനെ പോലെ തന്നെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദർശനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ദർശനം കിട്ടിത്തുടങ്ങിയ ആൾക്കാർ, സോഫിയൊക്കെ മറ്റു കാര്യങ്ങളിൽ കിട്ടിത്തുടങ്ങിയ ആൾക്കാർ അത് നിലനിർത്തണം. വചനം പറയുന്നത് പിന്നെ പരിശുദ്ധാത്മാവ് ഒരു കൃപ ഒരാൾക്ക് കൊടുത്താൽ ചാവദോഷത്തിൽ ചെന്ന് പെടുന്നില്ലെങ്കിൽ ആ കൃപ ദൈവം ഒരിക്കലും എടുത്ത് മാറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം കണ്ട ഗ്ലാഡിസും സോഫിയും ആരൊക്കെയാണോ ഉള്ളത്, അവരൊക്കെ ദീപ്തിയും ഒക്കെ മിണ്ടാണ്ടിരിക്കരുത്. തീഷ്ണതയോടെ പരിശുദ്ധാത്മാവിനോട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ടോക്കാണല്ലോ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അത് പ്രാർത്ഥിച്ച് നിങ്ങളത് കൂടുതൽ പോളിഷ് ചെയ്തെടുക്കണം. ഓക്കെ. ദീപ്തി കഴിഞ്ഞ ദിവസം 3 ഇതാണ് കണ്ടത്. ഞാനൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഗ്ലാഡിസും ദീപ്തി എല്ലാം ഇത്ര അക്യുറേറ്റ് ആയിട്ടുള്ള ദർശനങ്ങൾ കണ്ടത് ഓർത്തിട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരെങ്കിലും മരണത്തിനെ കുറിച്ച് കണ്ടിരുന്നോ? ഞാൻ നേരത്തെ ഒരു കാര്യം തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നല്ലോ. ആരെങ്കിലും കണ്ടിരുന്നോ? ആരും കണ്ടിട്ടില്ല അല്ലേ? അത് നമുക്ക് ഗ്രൂപ്പിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അനുഗ്രഹം വാങ്ങാം. എൻ്റെ കയ്യിൽ ബെനഡിക്റ്റൻ ക്ലോസ് ആണുള്ളത്. ഞാനത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യേശുവേ കരുണയായിരിക്കണം, യേശുവേ കരുണയായിരിക്കണം കർത്താവേ. 2-ാം തീയതിയാണ് ജാനുവരി. ഈശോയെ ഞങ്ങൾ വീണ്ടും അങ്ങേ സന്നിധിയിൽ ചേരാനിടയാക്കി ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയുടെ തിരുക്കരം, ആണിപ്പഴുതേറ്റ കരം, അനുഗ്രഹിക്കുന്ന കരം, സൗഖ്യമാക്കുന്ന കരം കർത്താവേ ഈ മക്കളുടെ ഓരോരുത്തരുടെ മേളിൽ വെക്കണമേ. എൻ്റെ മകള്, ഹസ്ബൻഡ്, അവരെ സമർപ്പിക്കുന്ന, മരണക്കിടക്കയിലായിരിക്കുന്ന ആൾക്കാരെ എല്ലാം സമർപ്പിക്കുന്ന, പ്രത്യേകിച്ച് ക്യാൻസറസ് ആയിട്ടുള്ള ആ ഒരു ഗ്രോത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് മോളി ജോസിൻ്റെ ഓപ്പറേഷൻ ചൊവ്വാഴ്ച നടക്കുന്നു. അങ്ങയുടെ കയ്യിൽ ആ സ്കാൽപ്പൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് ആ ഓപ്പറേഷൻ ചെയ്തെടുക്കണമേ. അതങ്ങ് ഒരു വചനം അയച്ചതുപോലെ ആ മകളെ അങ്ങ് സൗഖ്യപ്പെടുത്തി കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ ധാരാളം പേരെ ബീഹാറിൽ കർത്താവെ, ധാരാളം പേരെ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ചേർക്കാൻ ഒരു ഉപകരണമാക്കിയിട്ട് ഈ മകളെ മാറ്റുന്നതിനോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സൗഖ്യത്തിൻ്റെ അരൂപി കടന്നു വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനിയും അങ്ങേക്ക് കഴിയും കർത്താവെ. അവരിവരോട് പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, എല്ലാം ശരിയായി എന്ന് പറയാനും അങ്ങേക്ക് കഴിയും. എല്ലാം ഞങ്ങൾ അങ്ങയുടെ തിരുവിഷ്ടത്തിന് വിട്ടുതരുന്ന കർത്താവെ. സഹനങ്ങൾ ഞങ്ങൾക്ക് ഒരു സഹനമല്ല, അങ്ങയുടെ കുരിശാണ് എന്നുള്ള ആ ബോധ്യത്തിൽ ഞങ്ങളത് വഹിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ആ മകൾക്ക് കൊടുത്തിരിക്കുന്ന കാമായിട്ടുള്ള ആ ഒരു തോട്ട്സ് എല്ലാം ഞാൻ അങ്ങേക്ക് ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ. വരാമെന്ന സകല ലാഭത്തിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും, പെടുമരണങ്ങളിൽ നിന്നും, പൈശാചിക കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെ എല്ലാം അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് 1-ാം വെള്ളിയാഴ്ചയാണ്. ഈശോയുടെ തിരുഹൃദയത്തിനെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. തിരുഹൃദയമേ, അങ്ങയുടെ തിരുഹൃദയം തുറന്ന് ഞങ്ങളെ അതിൽ അടച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ബി ബ്ലെസ്ഡ്, സ്റ്റേ ബ്ലെസ്ഡ്. ആമേൻ.